നമുക്ക് പ്ലാവിന്റെ വെറൈറ്റികൾക്ക് എത്രയാണ് വരുന്നത്? നമുക്ക് പ്ലാവിന്റെ എല്ലാ വെറൈറ്റികളും 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 80 രൂപ. അപ്പോൾ എല്ലാ വെറൈറ്റി വീന സൂപ്പർ ഉണ്ട്, ഡെങ്സൂര്യ ഉണ്ട്, അതുപോലെ J33, സിന്ദൂര, പിന്നെ സിയോണ്, അങ്ങനെയുള്ള വെറൈറ്റികൾ എല്ലാം ഏത് പ്ലാവിന്റെ ആണെങ്കിലും നമ്മൾ 80 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത്. അതായത് നമ്മുടെ പ്ലാന്റേഷൻ ജാതി പ്ലാന്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ജാതി തന്നെ നമ്മൾ മെയിനായിട്ട് ബഡ് ചെയ്ത് നല്ല വെറൈറ്റികൾ, അതായത് നമ്മുടെ തന്നെ സ്വന്തം വെറൈറ്റിയായ ഏതൻ സെലക്ഷനും പൊള്ളാച്ചി എന്ന് പറയുന്ന 2 വെറൈറ്റിയാണ് നമ്മളിപ്പം ജാതി തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല ഫ്ലവർ ആയിട്ട് എടുത്തിരിക്കുന്ന പത്രിയാണ്. ഇതുപോലെയുള്ള പത്രിക്ക് ഇത് നന്നായിട്ട് ഉണങ്ങി ഈർപ്പം എല്ലാം പോയി നല്ല ഉണങ്ങിയ പത്രിയാണ്. ഇതിന് 2000 രൂപ വിലയുണ്ട്. ഒരു ശിഖരത്തിൽ തന്നെയുള്ള കായ്കളുടെ എണ്ണമാണ് ഇത്. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഈ ശിഖരത്തെ മാത്രം ഒരു 100 കണക്കിന് ജാതിക്ക ഉണ്ടായി കിടപ്പുണ്ട്. ഒരു ചെറിയൊരു ശിഖരമാണ്. പൊള്ളാച്ചി വെറൈറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, കണ്ടമാനം ജാതിക്ക കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി എന്നുള്ളത്. ഇലയ്ക്ക് ഒത്തവണ്ണമുള്ള കായാണ് ഈ ജാതിയിൽ പിടിച്ചിരിക്കുന്നത്. നേഴ്സറിക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നേഴ്സറി, അതിൻ്റെ ഓണറാണ് നമ്മുടെ ഇപ്പോൾ വീഡിയോയിൽ ചേരുന്നത്. ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേഴ്സറിയെക്കുറിച്ച് അധികം നേഴ്സറിക്കാർ പുറത്ത് പറയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം നേഴ്സറിയിലേക്ക് പ്ലാന്റ് എടുക്കുന്ന, ഹോൾസെയിൽ വിലയിൽ പ്ലാന്റ് എടുക്കുന്ന ഒരു യൂണിറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇവർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഇവർ കൂടുതലായിട്ടും നേഴ്സറിയിലോട്ടാണ് സെയിൽ ചെയ്യുന്നത്. രണ്ടുമുണ്ട്, റീറ്റെയിലും ഉണ്ട്. പക്ഷേ പൊതുവെ റീറ്റെയിൽ കൂടുതൽ പോകുന്ന നേഴ്സറിയിലോട്ട് അല്ലേ? ഓക്കെ, അധികം പരസ്യമൊന്നും ഇവർ ചെയ്തിട്ടില്ല. അറിയാവുന്ന നേഴ്സറിക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനി ഈ ഒരു ഹോൾസെയിൽ വിലയിൽ തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പോവാണ്. അതെ അല്ലേ? നമ്മൾ നേരത്തെ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇതേ വിലയ്ക്ക് തന്നെയാണ്. രണ്ടുമുണ്ട്. നമുക്ക് നേരത്തെ 2-3 വീഡിയോ ഒക്കെ വന്നപ്പോൾ കസ്റ്റമേഴ്സ് നേരിട്ടും വരുന്നുണ്ട്. രണ്ടുപേർക്കും ഒരേ വില തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വീഡിയോ ആയിട്ട് എത്ര നാളായി? ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായി അല്ലേ? അപ്പോൾ അധികം പരസ്യത്തിന്റെ പുറകെ പോയിട്ടില്ല. ആ ഒരു 1-2 വീഡിയോ ചെയ്തിട്ടുള്ളൂ, അത്രേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ എൻക്വയറീസ് ആണ് ഇപ്പോഴും വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, പൊതുവെ വിലക്കുറവിൻ്റെ കാര്യത്തിൽ ഏറ്റവും വിലക്കുറവിൽ പ്ലാന്റ്സ് ലഭിക്കുന്ന നേഴ്സറികൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കണ്ടുപിടിച്ചത്. ഒരുപാട് നേഴ്സറിക്കാർ, കേരളത്തിലുള്ള ഒരുപാട് നേഴ്സറിക്കാർ ആശ്രയിക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണിത്. ചെറിയ വിലകളിലാണ് ഇവിടുന്ന് പ്ലാന്റ്സുകളെല്ലാം അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നേഴ്സറി വഴി നിങ്ങൾക്കും ഇനി ചെറിയ വിലകളിൽ അല്ലേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് ലഭിക്കുന്നതാണ്. പ്രൈസ് പൊതുവെ കുറവാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിൻ്റെ ഒരു ഐഡിയ ഞാൻ തരാം, വിലകളുടെ ഒരു ഐഡിയ ഞാൻ തരാം. ഈ കാണുന്നതെല്ലാം പ്ലാവിന്റെ വെറൈറ്റികൾ അല്ലേ? നമുക്ക് പ്ലാവിന്റെ വെറൈറ്റികൾക്ക് എത്ര വരുന്നത്? നമുക്ക് പ്ലാവിന്റെ എല്ലാ വെറൈറ്റികളും 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 80 രൂപ. അപ്പോൾ വീന സൂപ്പർ ഉണ്ട്, ഡെങ്സൂര്യ ഉണ്ട്, അതുപോലെ J33, സിന്ദൂര, പിന്നെ സിയോണ്, അങ്ങനെയുള്ള വെറൈറ്റികൾ എല്ലാം ഏത് പ്ലാവിന്റെ ആണെങ്കിലും നമ്മൾ 80 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത്. അത് ഈ സൈസായ പ്ലാന്റുകളെല്ലാം 80 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത്. ഇതിപ്പോൾ വിയറ്റ്നാമിന്റെ പ്ലാന്റ് ആണ്. ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ അതുപോലെ തന്നെ എല്ലാം ഇപ്പൊ J33 ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സംഭവം. J33 ഒക്കെ 80 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ അധികം സ്ഥലത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഒരുപാട് നേഴ്സറി പോയിട്ടുണ്ടെങ്കിലും J33 ഒന്നും അങ്ങനെ കൊടുക്കത്തില്ല. നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ സാധനവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സാധനം തീരാറുണ്ട്. ചെയ്യുന്നില്ല. അപ്പം ഇടയ്ക്ക് സാധനം തീരുമ്പോൾ നമ്മൾ ആ സാധനം ക്ലോസ് ചെയ്യും, അല്ലാതെ വെളിയിൽ നിന്ന് എടുത്ത് വെച്ച് നമ്മൾ ചെയ്തില്ല. അതാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ജാതി എന്നാണെങ്കിൽ പോലും വിലയേക്കാളും ഉപരി ആ ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ സാധനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. വീന സൂപ്പർ എയർലിയുടെ പ്രത്യേകത എടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലേ? എപ്പോഴും ഡിമാൻഡ് ഏറ്റവും വളരെ വേഗത്തിൽ കായ്ക്കുന്നത് വീനാം സൂപ്പർ എയർലി കായ്ക്കുന്ന പോലെ വേറെ ഒരു ഇനങ്ങളും പെട്ടെന്ന് കായ്ക്കത്തില്ല. വെച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ ചക്ക ആയി തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് വീനാം സൂപ്പർ എയർലി. മറ്റുള്ള ഡ്രമ്മിൽ പോലും വെക്കാം, അത്യാവശ്യം വീട്ടാവശ്യത്തിന് വെക്കാം, വീടിന്റെ ഫ്രണ്ടിൽ വെക്കാം. ഇത് വലിയ മരമാവത്തില്ല. എപ്പോഴും കായ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. വലിയ മരമായി നമുക്കൊരു വലിയ ശല്യം വരത്തില്ല. പിന്നെ നമുക്ക് പ്രൂൺ ചെയ്യാം, മേൽവശം വേണമെങ്കിൽ മുറിച്ച് വിട്ട് നിർത്താം. അത് നേരെ മൂക്കത്തിലോട്ടൊക്കെ പോകും. പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ട് തന്നെ നിന്നോളും. അതാണ് വിയറ്റ്നാമിന്റെ ഗുണം. പിന്നെ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വിയറ്റ്നാം തന്നെയാണ്. കാരണം ഇടിഞ്ചക്കയായിട്ട് നമുക്ക് വിൽക്കാം, അതുപോലെ തന്നെ മൂത്ത ചക്കയ്ക്കും ഡിമാൻഡുണ്ട്. അപ്പം വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെയാണ് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം വെക്കാൻ പറ്റിയ ഇനം. ഏത് നേഴ്സറിക്കാരോട് ചോദിച്ചാലും വിയറ്റ്നാം സൂപ്പർ എയർലിക്ക് എപ്പോഴും കസ്റ്റമർ അവർക്കുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 2 കാര്യമാണ്. ഒന്ന്, നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം.
ഏത് കർഷകർ കൊടുത്താലും അത് പെട്ടെന്ന് ഫ്രൂട്ട് ആവും. അതുകൊണ്ടാണ് വിയറ്റ്നാമിന് ഇത്രയും ഇത് വന്നത്. അതിനേക്കാളും നല്ല ചക്ക ഏറ്റവും നല്ലതാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നന്നായിട്ട് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം. അപ്പോൾ ചക്ക അതിനേക്കാളും നല്ലത് J33 ചക്കയും ഡെങ് സൂര്യയുടെയൊക്കെ ചക്ക നല്ലത് വേറെ വെറൈറ്റികളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്നതും ഇടിഞ്ചക്കയായിട്ട് എടുക്കാനും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളത് വിയറ്റ്നാം സൂപ്പർ ഏർലി തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ നഴ്സറിക്കാരും അത് തന്നെ കൂടുതൽ ചെയ്യുന്നത്. നമ്മളും ഇവിടെ വിയറ്റ്നാം തന്നെയാണ് മറ്റുള്ള ഇനങ്ങളെക്കാളും കൂടുതൽ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള ഇനങ്ങൾ ഇപ്പം ഡെങ് സൂര്യ, സിന്ദൂരയൊക്കെ ആണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നവർ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്താൽ മാത്രമേ പ്രോഫിറ്റ് ആകത്തുള്ളൂ. കാരണം 3 വർഷം 4 വർഷമൊക്കെ എടുക്കും അത് ഈൽഡായി വരണമെങ്കിൽ, കായ്ക്കാൻ വേണം. അപ്പം നമുക്ക് ഇപ്പം വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആദായം കിട്ടണം. അപ്പോൾ അതിന് വിയറ്റ്നാം ഏർലി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് വിയറ്റ്നാം ഏർലി. പിന്നെ J33 ഒക്കെ ചക്ക നല്ലതാണ്. അതിനേക്കാളും ക്വാളിറ്റിയുള്ള ചക്ക J33 മറ്റിനങ്ങളുടെയാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. അതെ അതെ അതെ. വീട്ടിലേക്കൊക്കെ ഇത്തിരി സമയം എന്താ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും J33 പോലെ അല്ലെങ്കിൽ ഡെങ് സൂര്യ വെക്കുന്നതൊക്കെയാണ് നല്ലത്. വിയറ്റ്നാമിന് ഇച്ചിരി ചെറിയ ചെറിയ പോരായ്മകളും ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. പെട്ടെന്ന് കായ്ക്കും എന്നുള്ള ഏറ്റവും അനുകൂലം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് പോരായ്മകൾ വിയറ്റ്നാമിനുണ്ട്. അതിനേക്കാളും നല്ല സൂപ്പർ ചക്കകളാണ് J33 അല്ലെങ്കിൽ സിയോൺ എന്ന് പറയുന്നത്, മുട്ടൻ വരിക്ക, ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ അതിലും നല്ലതാണ്. പക്ഷേ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നത് വിയറ്റ്നാം സൂപ്പർ ഏർലി മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചുവന്ന ചക്കയുടെ ഫാൻസായിട്ട് ഒരുപാട് പേരുണ്ട്. ചുവന്ന ചക്കയുടെ തൈകൾ അത് ചോദിച്ച് എപ്പോഴും മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ നഴ്സറിയിൽ ഞാൻ ഇവരുടെ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ടാവും. ഈ നഴ്സറി വിളിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡങ് സൂര്യ ആയാലും സിന്ദൂര ആയാലും ചുവന്ന ചക്ക തരുന്ന ഏറ്റവും നല്ല തൈകളാണ് അല്ലേ? അതിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെങ് സൂര്യ തന്നെയാണ്. സിന്ദൂരേക്കാളും ഇച്ചിരി കൂടെ നല്ലത് ഡെങ് സൂര്യ തന്നെയാണ്. ചക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. പിന്നെ സിന്ദൂരയ്ക്ക് ആണെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയാവും. പഴം പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ടായി പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയാവും. ഡെങ് സൂര്യ കുറച്ചും കൂടെ നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും. അപ്പം ഡെങ് സൂര്യാണ് റെഡിൽ നല്ലത്. പക്ഷേ കാലതാമസം എടുക്കും. മിനിമം 3 വർഷമെങ്കിലും ഡെങ് സൂര്യക്ക് എടുക്കും. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവരായ അത് വെക്കാവുള്ളൂ. പെട്ടെന്ന് കായ്ക്കത്തില്ല മറ്റുള്ള ഇനം പോലെ. 3 വർഷം കഴിയും. 3 വർഷം കഴിയും. 3 വർഷം നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചുവന്ന ചക്കയുടെ ഫാൻസ് തീർച്ചയായിട്ടും വെറൈറ്റിയാണ് ഡെങ് സൂര്യ. ഓക്കെ, ഇതിന്റെ വില വരുന്നത് ഇവിടുന്ന് ഏത് എന്താ നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. അത് സൈസിന്റെ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടാൽ അറിയാം വിയറ്റ്നാമിന് ഇച്ചിരി പൊക്കം കൂടുതലുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് വില കൂട്ടിയിട്ടില്ല. ആ സൈസ് ഉള്ളതും അതിന്റെ താഴെയുള്ള സൈസും എല്ലാം 80 രൂപയാണ് കൊടുക്കുന്നത്. ഇതിനേക്കാളും പൊങ്ങിപ്പോയാലും നമ്മൾ 80 രൂപയാണ്. നമ്മളിവിടെ അല്ലാതെ അടുത്തൊരു സ്റ്റേജിലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയുടെ തൈ ഉണ്ട്. അതിപ്പം ഒരാൾ പൊക്കമൊക്കെ ആയിട്ടുള്ള തൈകളാണ്. പക്ഷെ നമുക്കതിപ്പോൾ ഇരിക്കാറില്ല. കാരണം ഇതിന് നമുക്ക് ക്വാണ്ടിറ്റി തികയുന്നില്ല. അപ്പം തീർന്നു പോകുന്നതുകൊണ്ട് നമുക്ക് വലുതാക്കാനായിട്ട് കിട്ടത്തില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം ഈ സൈസൊക്കെ തീർന്നു പോകും. നഴ്സറിക്കാർ എടുത്തങ്ങ് തീർക്കും. അപ്പൊ അവർ അടുത്ത അല്ലേ? അതെ അതെ, അടുത്ത പ്രൊഡക്ഷൻ വരും. വീണ്ടും അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ എടുത്തെടുത്ത് കൊടുക്കും. ഹൈറ്റുള്ള തൈകൾ നോക്കിയിട്ട് വിളിക്കേണ്ട. ഈ ഒരു ഹൈറ്റിലുള്ള ക്വാളിറ്റിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പം സീസൺ തുടങ്ങുന്നേ ഉള്ളൂ. സീസൺ ആയി കഴിയുമ്പം സ്വാഭാവികമായിട്ട് സൈസ് കുറഞ്ഞു വരും. അപ്പോൾ അതനുസരിച്ച് പിന്നെ ഈ പ്ലാവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാവുന്ന സംഭവങ്ങളാണ്. അല്ലാതെ ഒത്തിരി സമയം എടുക്കത്തില്ല. പ്ലാവിൻ തൈ ഇപ്പം ഇത് ഹൈറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ 15-20 ദിവസത്തെ ഡിഫറൻസിലൊക്കെ തന്നെ ഇലയെടുത്തും പെട്ടെന്ന് കൂമ്പെടുത്ത് പോകുന്ന സാധനമാണ് പ്ലാവിൻ തൈകൾ. അപ്പോൾ ഇച്ചിരി സൈസ് കുറഞ്ഞെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ ഈ ഇതിലും ചെറിയ സൈസ് നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളത് സെയിലിനൊന്നും വെക്കത്തില്ല. മിനിമം ഇത്രയെങ്കിലും ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സെയിലിന് വെക്കത്തുള്ളൂ. ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഈ സൈസ് എങ്കിലും കിട്ടണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്ലാവിൻ തൈകളുടെ വില. ഇനി അടുത്ത് ജാതിയിലേക്ക് വരാം. ജാതി വന്നു കഴിഞ്ഞാൽ നാടൻ ജാതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 22 രൂപ. 22 രൂപ. ഓക്കെ, 22 രൂപയാണ് ജാതിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നാടൻ ജാതിയാണ് ഇരിക്കുന്നത് അല്ലേ? അതെ, ഇരിക്കുന്ന നാടൻ ജാതിയാണ്. ഇരിക്കുന്ന തൈ നമ്മൾ 22 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിപ്പം 2 കാര്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ നാടൻ ജാതി തന്നെയായിട്ട് കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൽ ആണും പെണ്ണും ഉണ്ട്. അപ്പോൾ നമ്മളിത് കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം 4 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് 100% ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ നഴ്സറിയിൽ ഇത് ഉപയോഗിക്കുന്ന 2 കാര്യത്തിനാണ്. ഒന്ന് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഈ തൈ ഇതിപ്പം ബഡ് ചെയ്യാറായിട്ടുള്ള തൈയാണ്. ഈ ബ്രൗണൊക്കെ നമുക്ക് ബഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് ബഡ് ചെയ്യാൻ ഉപയോഗിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ ബഡ് ജാതി വെക്കുന്നിടത്ത് ആൺജാതി വേണമെന്ന് പറയും. ഇപ്പോൾ 100 ജാതിക്ക് ഒരു 10 എണ്ണമെങ്കിലും മിനിമം നമ്മൾ ആൺജാതി വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കൊമേഴ്ഷ്യലായിട്ടൊക്കെ ജാതി എടുക്കുന്ന ആളോട് പറയാം, നിങ്ങൾ ആൺജാതി വെക്കുന്നതിലും ബെറ്റർ ഇത് തന്നെ വെക്കുന്ന. ഒരു 10 തൈ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും 5-6 തൈ ആണാവും കിട്ടും, ആൺജാതി കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 22 രൂപയാണ്. ഈ വലിപ്പമായതിനൊക്കെ നമ്മൾ 22 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു സൈസേ ഉള്ളൂ. ഇത് ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞാലും 22 രൂപയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇത് ഈ 2 പർപ്പസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ബഡ് ചെയ്യാം, പിന്നെ ആൺജാതിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് കൃഷി ചെയ്ത് ചിലപ്പം നമുക്ക് പെൺജാതിയായിട്ട് കിട്ടിയെന്ന് വരും. പക്ഷെ നമുക്ക് 100% ഇതൊരു 50-50 ആണ്. ഒന്നെങ്കിൽ ആൺജാതി നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല. കായ്ക്കൊന്നും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒന്നേ ആണാവും അല്ലെ പെണ്ണാവും.
മനസ്സിലായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള അല്ലെ നമ്മുടെ നഴ്സറിയിലത്തേക്ക് ബാക്കിയുള്ളവർ അന്വേഷിച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നത്. അതെ അതെ, ഇത് നമ്മുടെ ഏതൻ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നഴ്സറിയുടെ തന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. ഇപ്പം നമ്മളിപ്പം ടാഗ് ഇടാൻ തുടങ്ങി. ടാഗ് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം നമുക്ക് രണ്ട് വെറൈറ്റി വേറെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടാഗ് ഇടുന്നത്, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാഗ് ഇടുന്നത്. കാരണം ആൾക്കാരെ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനങ്ങൾ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ടാഗ് ഇടുന്നത്. ഇപ്പോൾ എല്ലാത്തിലും ടാഗ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഏതൻ സെലക്ഷൻ്റെ തൈകളാണ്. നമ്മുടെ നഴ്സറിയുടെ ഏറ്റവും ഹൈലൈറ്റും ഈ ഒരു ഇനമാണ്. നമ്മളിപ്പം കൃഷി ചെയ്യുന്നത് നമ്മുടെ തോട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഏതൻ സെലക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വിറ്റിരിക്കുന്നതും ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇനമാണ്. ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ ഒത്തിരി വീഡിയോ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു 60 കായ്ക്ക് 1 കിലോ, 60 കായിൽ താഴെ മാത്രം മതി ഇതിൻ്റെ പച്ചക്കായ്ക്ക് 1 കിലോ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പത്രി ആണെങ്കിൽ പോലും 250 പത്രി തൊട്ട് 250 പത്രിക്ക് ഇടയ്ക്ക് 1 കിലോ വരും, ഉണക്കപ്പത്രി. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഇനമാണിത്. അതുപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ലോ റേഞ്ചിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഏതൻ. ഇപ്പം നമ്മൾ നമ്മുടെ തോട്ടത്തിലോട്ട് പല നഴ്സറികളിൽ നിന്ന് ഏകദേശം ഒരു 10-17 വെറൈറ്റിയോളം ജായത്തൈ നമ്മൾ കൃഷി ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ച അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ വഡ് ചെയ്തെടുത്ത ഒരു വെറൈറ്റിയാണ് ഏതൻ. ഇപ്പോൾ നമുക്ക് അത്രയും വിശ്വസിച്ച് വെക്കാം. ഇപ്പോൾ എനിക്ക് ഒരു 1000-1200ഓളം മരങ്ങളുണ്ട് ഇപ്പം ജാതി നമ്മുടെ തോട്ടത്തിൽ. ആ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെച്ച് 400 മേളിലുള്ളത് ഏതൻ സെലക്ഷൻ എന്ന് പറയുന്നുള്ള വെറൈറ്റിയാണ്. ഇപ്പം വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് നമ്മൾ വെക്കാത്തത്. ഇനി വെക്കുവാണെങ്കിലും ഇപ്പോൾ ഏതൻ സെലക്ഷനും പോലെ പൊള്ളാച്ചി പോലെയുള്ള വെറൈറ്റികളായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പം ധൈര്യമായിട്ട് കർഷകർക്ക് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് അതിൻ്റെ അകത്ത് ഇവിടെ ഏതൻ എന്ന് പറയുന്നത് 100% ഏതനായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു മിക്സഡ് ആയിട്ട് വേറൊരു വെറൈറ്റിയോ അല്ലെങ്കിൽ വേറൊരു സാധനം വരത്തില്ല. നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റിയിലുള്ള അതേ ക്വാളിറ്റിയിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. തീർന്നെന്ന് പറയും. ഇപ്പം നമ്മുടെ നഴ്സറി 365 ദിവസം ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നഴ്സറി അല്ല. ഇപ്പം നിങ്ങൾ വന്നപ്പോൾ തന്നെ കാണാം, ഇവിടെ ഒന്നും ബോർഡില്ല. അപ്പോൾ ഇവിടെ പരസ്യം അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ചാൽ വന്നേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് തൈ ഇപ്പം നമ്മളാണെങ്കിലും ജാതി ആണെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഒരു 3000-3500-4000 തൈയാണ് ഒരു സീസണിൽ ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള സെയിലുണ്ട്. അപ്പോൾ അത് തീരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിർത്തും. അന്നേരം നമ്മൾ അടുത്തത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് 2-3 മാസമൊക്കെ തൈ ഇല്ലാണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ അകത്ത് നമ്മളതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. തീരുമ്പം തീർന്നു എന്ന് പറയും. അപ്പോൾ എപ്പോഴും നിങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ ബോർഡ് വെക്കാത്തത്. കാരണം ആൾക്കാർ എപ്പോഴും കയറി വന്നു കഴിഞ്ഞാൽ തൈ കൊടുക്കാൻ നമ്മുടെ കാണത്തില്ല. ക്വാണ്ടിറ്റി അനുസരിച്ച് ആവുന്നതനുസരിച്ചാണ് നമ്മൾ വിൽക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇപ്പം നമുക്ക് ഏറ്റവും നല്ല സീസണാണ്. ഇപ്പം നമുക്ക് തൈകൾ അത്യാവശ്യം ഇരിക്കുന്ന സമയമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കൃഷിമിത്രക്കാർ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് 2 വർഷമായി. 2 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരു 3-4 തവണ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ വരണ്ടെന്ന് എപ്പോഴും പറയാറ്. കാരണം തൈ ഇല്ല ഒന്നാമത്. പിന്നെ ഒരു ആടും കൂടി വന്നാൽ കൊടുക്കാനായിട്ടുള്ള ഒരു തൈ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഉറപ്പായിട്ടും. അതെ, അതുകൊണ്ടാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം തൈ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 2000-3000 തൈകളോളം നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പം ആ ഈ എൻക്വയറി വന്നാലും അത്യാവശ്യം നമുക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മളിപ്പം വീഡിയോ ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറയുന്നത് ഏതൻ വെറൈറ്റിയാണ്. ഏതൻ വെറൈറ്റി ഏറ്റവും നല്ല വെറൈറ്റിയാണ്. ഏതൻ വെറൈറ്റിയുടെ ഒരു പോരായ്മ എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൻ വെറൈറ്റിയുടെ അല്ല, മിക്ക ജാതികളുടെ ഒരു പോരായ്മയല്ല, അതൊരു ഗുണം കൂടിയാണ്. ഒരു സൈഡിൽ 1.5 വർഷമായിരിക്കും ജാതിയുടെ ഒരു സ്വഭാവം അത്. അതായത് 1.5 വർഷമായിരിക്കും നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്നത്. ഒരു വർഷം നല്ല ഈൽഡ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത വർഷം ഇച്ചിരി ഈൽഡ് കുറവായിരിക്കും. ആ സമയത്ത് മരം വലുതാവുക ചെയ്യുന്നത്. അപ്പോൾ ഏതിൻ്റെ ഒരു പ്രശ്നം നമ്മളിപ്പം പുതിയതായിട്ട് നമ്മൾ കൊണ്ടിരുന്നെങ്കിൽ പൊള്ളാച്ചിയും ഏതനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൻ ഒരു വർഷം കായ് കുറവായിരിക്കും, അടുത്ത വർഷം അതിൻ്റെ കൂടി കൂട്ടി കായ ഉണ്ടാവും എല്ലാ വർഷവും. പക്ഷേ പൊള്ളാച്ചി എന്ന് പറയുമ്പോഴത്തേക്കിന് റെഗുലർ ആയിട്ട് എല്ലാ വർഷവും ഒരേപോലെ കായ ഉണ്ടാവുന്നതാണ് പൊള്ളാച്ചി വെറൈറ്റി. അതാണ് നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ വർഷം തൊട്ട് നമ്മൾ പൊള്ളാച്ചിയുടെ തൈ കൊടുക്കാൻ തുടങ്ങിയത്. പൊള്ളാച്ചിയുടെ ഗുണം അതാണ്. പൊള്ളാച്ചി അതെ, ഈ ഇരിക്കുന്നത് നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റി ആയിട്ടുള്ള ജാതിത്തൈകളാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതിൻ്റെ അത്രയും കായ്ക്കും പത്രിക്കും വലിപ്പം കാണത്തില്ല, ഇച്ചിരി കുറവാണ്. ഏതിന് 60 വേണമെങ്കിൽ ഇതിനൊരു 75 താഴെ മതി. 70-75 നമ്മൾ ഇച്ചിരി കൂട്ടി എപ്പോഴും പറയാറുള്ളൂ, ആവറേജ് അല്ല പറയുന്നത്. ഒരു 70-75 അതിലും താഴെ മതി ഇതിൻ്റെ കായ്ക്കും പത്രിക്കും. അതുപോലെ തന്നെ പത്രി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ 280-300 പത്രിക്ക് ഇടയ്ക്ക്. മറ്റേത് 250-280. ഇതൊരു 280 എന്നൊക്കെ നമുക്ക് ആവറേജ് പറയാം ഈ പൊള്ളാച്ചിയുടെ. പക്ഷേ പൊള്ളാച്ചിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങിയ എല്ലാ വർഷവും കായ്ക്കും. എല്ലാ വർഷവും ഒരേപോലെ ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി. അപ്പം നമ്മൾ വിയറ്റ്നാം സൂപ്പർ എർലി എന്നൊക്കെ പറയുന്ന പോലെ പൊള്ളാച്ചിയുടെ ഒരു പ്രത്യേകത അത് എപ്പോഴും റെഗുലർ ആയിട്ട് എല്ലാ സീസണിലും വരുമാനം. എല്ലാ സീസണിലും സീസൺ ഉണ്ട്.
എല്ലാ വർഷവും സീസൺ ഉണ്ട് ജാതിക്ക്. ഇപ്പം എല്ലാ വർഷവും ഇപ്പം നമുക്കൊരു മാർച്ച് ഏപ്രിൽ മെയ് തൊട്ട് ഇങ്ങനെ ഇപ്പം സീസണാണ്. ഇപ്പൊ അവർ ആദ്യത്തെ ഒരു 30% 40% കാ പറിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുന്നതോടുകൂടെ ബാക്കി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് നമുക്കൊരു ജാതിയുടെ പീക്ക് സീസൺ എന്ന് പറയുന്നത്. ഒരു 6 മാസം, ആ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ഈ 6 മാസം എല്ലാ വർഷവും പൊള്ളാച്ചിയിൽ ജാതിക്ക കാണും. എല്ലാ വർഷവും ഈ 6 മാസം പീരീഡിൽ എല്ലാ വർഷവും കാണും. പക്ഷേ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഇനങ്ങൾക്കൊക്കെ 1.5 വർഷം കുറവുണ്ട്. അപ്പം ഈ പൊള്ളാച്ചിക്ക് അതിനൊരു ചെറിയ ദോഷവശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന്റെ ഗ്രോത്ത് ഇച്ചിരി കുറവായിരിക്കും, സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു കാരണവശാലും നിങ്ങളൊരു 3 വർഷത്തിൻ്റെ ഇടയ്ക്കായിട്ട് കായ്പ്പിക്കരുത്. കാരണം 2 വർഷം തൊട്ടൊക്കെ കായ്ക്കാൻ തുടങ്ങും. അന്നേരം കായ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഗ്രോത്ത് കുറയും. ഇപ്പോൾ 4ാമത്തെ വർഷം തൊട്ട് കായ്പ്പിക്കുകയാണെങ്കിൽ പൊള്ളാച്ചി അത്യാവശ്യം സൈസ് ആവും. ആ സമയത്ത് ഗ്രോത്തിന് വലിയ ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല. കായ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പം പൊള്ളാച്ചിയും ഏറ്റവും അടിപൊളി വെറൈറ്റിയാണ്, ലോ റേഞ്ച് വെറൈറ്റിയാണ്. ധൈര്യമായിട്ട് കർഷകർക്ക് കൃഷി ചെയ്യാം. പൊള്ളാച്ചിക്ക് പിന്നെ ഒരു പ്രശ്നം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മദർ പ്ലാന്റ് നമ്മൾ കാണുമ്പോൾ അറിയാം, പൊള്ളാച്ചിയുടെ കമ്പ് ഒടിഞ്ഞു പോകും. കമ്പ് ഒടിഞ്ഞു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കായ്ക്കും. ഇപ്പം നമ്മൾ മദർ പ്ലാന്റ് കാണിക്കുന്നതിൻ്റെ അത് കാണിക്കും 1-2 കമ്പ് ഒടിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അത് തൂക്കം കൂടി അതുപോലെ ഭാരം വരുമ്പോഴാണ് ഇതിൻ്റെ കമ്പ് ഒടിഞ്ഞു പോകണത്. അപ്പം എല്ലാ വർഷവും അതുപോലെ ഈൽഡ് തരുന്ന ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി. റെഗുലറായിട്ട് നമുക്ക് ഇൻകം കിട്ടും. എന്നാൽ ജാതിക്കായും പത്രിയും നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. സാധാരണ നല്ല ക്വാളിറ്റി ഉള്ള പത്രി വരുമ്പോഴത്തേക്കിന് ഈൽഡ് കുറയാറുണ്ട്. ഇപ്പം വലിപ്പം കൂടുന്നതനുസരിച്ച് എണ്ണം കുറയും. ഈ പൊള്ളാച്ചിക്ക് അങ്ങനെയില്ല. പൊള്ളാച്ചിക്ക് ഒരു ആവറേജ് വെയിറ്റും ഉണ്ട്, എണ്ണവും കൂടുതലുണ്ട്. അപ്പം പൊള്ളാച്ചി ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്, ലോ റേഞ്ച് വെറൈറ്റിയാണ്. ലോ റേഞ്ച് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഹൈ റേഞ്ചിലും കൃഷി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പ്രൈസിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. നമ്മൾ നാടൻ ജാതി പറഞ്ഞു 22 രൂപയാണ്. നാടൻ ജാതി നമ്മൾ 22 രൂപയ്ക്ക് തുടങ്ങും. ഏതൻ സെലക്ഷൻ നമ്മൾ 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏതൻ സെലക്ഷൻ പൊള്ളാച്ചി നമ്മൾ 450 രൂപയ്ക്ക് കൊടുക്കുന്നത്. പൊള്ളാച്ചിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ബഡ് പിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാടില്ല. ഇപ്പം മുമ്പ് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ് പൊള്ളാച്ചിയുടെ ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി പ്രൈസ് കൂട്ടിയിട്ടിരിക്കുന്നത്. 450 രൂപയാണ്. പിന്നെ പിടുത്തവും ഇച്ചിരി കുറവ് പൊള്ളാച്ചിക്ക് വരുന്നുണ്ട്. അപ്പം പൊള്ളാച്ചിക്ക് 450 രൂപ. അതെല്ലാം ഈ ഒരുപോലെ ഒരു തട്ട് വിരിഞ്ഞ തൈകളാണ്. നമ്മൾ ഈ ഇപ്പം നിങ്ങൾ നോക്കിയറിയാം, സാധാരണ രീതിയിൽ ഇതിപ്പോൾ ഒരു തട്ട് വിരിഞ്ഞ് അടുത്ത കൂമ്പ് പൊട്ടാൻ തുടങ്ങിയ തൈകളാണ്. സ്വാഭാവികമായിട്ട് ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ ഇത് 2 തട്ടിലെത്തും. അപ്പോൾ ഈ കൂമ്പ് വരുന്നതിനാണ് സാധാരണ രീതിയിൽ താമസം ഉണ്ടാകുന്നത്. ഇപ്പൊ ഇരിക്കുന്ന തൈകളെല്ലാം ഇതുപോലെ കൂമ്പ് വന്ന തൈകളാണ്. ഈ തൈകളാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങിയ തൈകളാണ്. അപ്പോൾ ഇതിപ്പോ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ തൈകളും ഓൾമോസ്റ്റ് ഇതുപോലെ കൂമ്പ് എടുക്കാൻ തുടങ്ങിയതാണ്. ഈ തൈകളെല്ലാം ഒരു 2 മാസത്തിനുള്ളിൽ മണ്ണിൽ വെച്ചാൽ 2 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും 2ാമത്തെ തട്ടെടുക്കും. അപ്പം കവറിൽ വെച്ചാൽ തന്നെ 2ാമത്തെ തട്ടെടുക്കും. 2 മാസത്തെ ഒരു പീരീഡ് ഓഫ് ഇത് വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള തൈകൾക്കാണ് നമ്മൾ 450 രൂപ ഇടുന്നത്. അതുപോലെ തന്നെ ഏതൻ സെലക്ഷൻ ആണെങ്കിലും നമുക്കറിയാം, ഏതൻ സെലക്ഷൻ ഇപ്പം ഇച്ചിരി കൂടെ തട്ട് ഇപ്പം കൂമ്പ് എടുക്കാൻ തുടങ്ങി. ഇപ്പം ഇത് നോക്കിയാൽ അറിയാം, തട്ട് ഇതാണ് 1ാമത്തെ തട്ട്. തട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1/2 അടിയും കൂടെ പൊക്കത്തിൽ കൂമ്പ് വന്നിട്ടുണ്ട്. ഇതിനും നമ്മൾ 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഇല്ല, നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ജാതിയെല്ലാം സ്റ്റെപ്പ് വൈസ് ആണ് നമ്മൾ കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ ജാതി 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് തൈകൾക്കാണ്. നമ്മൾ എല്ലാ കൊല്ലവും ജാതി ഇപ്പോഴും കുറച്ച് കവർ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കവർ മാറ്റി വെച്ച തൈകളാണ് കുറവുള്ളത്. കാരണം കവർ മാറ്റുന്നതനുസരിച്ച് ആളുകൾ അത് എടുത്തുകൊണ്ട് പോകും. കാരണം ഇപ്പം ഫെബ്രുവരി തൊട്ടേ നമ്മളിവിടെ സെയിൽ കഴിയുന്നവരെല്ലാം കവർ വലുത് നോക്കി എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഒരു 3 മാസം 6 മാസത്തെ ഗ്യാപ്പിൽ അവർക്ക് 3 തട്ടൊക്കെ ആയി കിട്ടും. അപ്പം ഒരു തട്ടിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ 3 തട്ടിൻ്റെ തൈ കിട്ടും. അപ്പോൾ എല്ലാവരും ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ തൈ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെ നമുക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10-25,000-ഓളം തൈ ജാതി തൈ വിറ്റിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 50 തൈ താഴെ മാത്രമേ നമ്മൾ 2 സ്റ്റെപ്പായിട്ട് വിറ്റിട്ടുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് അത്രേ കിട്ടുന്നുള്ളൂ, കൊടുക്കാനില്ല. പക്ഷേ എൻക്വയറി വരാറുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വലിയ തൈകളോടാണ് താല്പര്യം, പെട്ടെന്ന് കായ്ക്കണം. പിന്നെ വലിയ തൈകൾ വെച്ചാൽ നമുക്ക് മണ്ണി വെക്കുമ്പോൾ പോകുന്നത് കുറയും, കേട് വരുന്നത് കുറയും. ലോസ് ഇപ്പം 100 തൈ വെച്ച് കഴിഞ്ഞാൽ ചെറിയ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എണ്ണം കുറച്ച് 1-2 ഒക്കെ പോകും. വലിയ തൈ ആകുമ്പം ഗ്രോത്ത് കൂടുതലുണ്ട്, ഇതിന് കേട് കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് 2 തട്ട് കൊടുക്കാനായിട്ട് തികയാറില്ല പൊതുവെ. ഇവിടെ അതിനുമുമ്പ് എല്ലാം തീർന്നു പോകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ശരിക്കും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇവിടുത്തെ വില ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ഇപ്പോൾ പ്ലാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുത്താലും 80 രൂപ. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ നേഴ്സറിക്കാർ ഇവരുടെ തന്നെ ഏതൻ എന്ന് പറയുന്ന ജാതിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രാൻഡ് നിങ്ങളുടെ ഈ ഒരു വെറൈറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക. പല നേഴ്സറിക്കാരും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടാഗ് ഇട്ടൊന്നും അല്ല അവർ കൊടുക്കുന്നത്. അവർ എല്ലാവരും അവരവരുടെ പേര് പറഞ്ഞപ്പം പിന്നെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള
കുറെ പേരുകളുണ്ട് നമ്മുടെ നഴ്സറിയിൽ. അപ്പം ജാതി ഇനത്തിൽ സിമിലർ ആയിട്ടുള്ള പേര് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ ഇനങ്ങൾ പല നഴ്സറികളിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഏതെന്ന് പറഞ്ഞിട്ടാണോ വിൽക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം കൊണ്ടുപോകുന്നവർ ഇപ്പം നഴ്സറിക്കാരെ കൊണ്ടുപോകുമ്പോൾ ടാഗ് വേണ്ടെന്ന് പറയും. അപ്പം കൊമേഴ്ഷ്യൽ ഇപ്പം റീറ്റെയിൽ വെക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ടാഗൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം തൈകൾ അവൈലബിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ എല്ലാ നഴ്സറികളിലും മിക്സഡ് ആയിട്ടാണ് തൈകൾ കൊടുക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് ജാതി കൊടുക്കുന്ന അപൂർവ നഴ്സറികളെ കേരളത്തിലുള്ളൂ. എല്ലായിടത്തും മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ. ഇപ്പം അപൂർവമായിട്ട് കുറച്ച് നഴ്സറി തൃശ്ശൂർ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ഇനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന നഴ്സറിക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഇനം നമ്മുടെ ഈ വെറൈറ്റി വെച്ചാൽ 100 എണ്ണത്തേലും കായുടെയും പത്രികയുടെയും വലിപ്പം ഒരേപോലെ ആയിരിക്കും. വളർച്ചയ്ക്കൊക്കെ വ്യത്യാസം വരും, അത് ഗ്രോത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ കായും പത്രിയും ഒരു ഇനത്തിന്റെ തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. നമുക്ക് ഈ പ്രൊഡക്ഷൻ ഏരിയ എത്ര ഏരിയയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്? ഇപ്പം നമുക്ക് ഏറെക്കുറെ 1 ഏക്കർ സ്ഥലത്താണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. പ്രൊഡക്ഷൻ കൂടാതെ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സെയിൽ മെയിനായിട്ട് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ നമുക്ക് റൂട്ട് സ്റ്റോക്കിന് വേണ്ടി മാത്രം 70 സെന്റ് സ്ഥലത്തോളം റൂട്ട് സ്റ്റോക്ക് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ബഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ ബഡ് ചെയ്യാൻ വേണ്ടി വേറെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ 1 ഏക്കർ സ്ഥലത്താണ് ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളത് കൂട്ടുക. ഇപ്പോൾ ഒരു 3 ഏക്കറോളം സ്ഥലത്തോട്ട് കംപ്ലീറ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം മാറ്റുകയാണ്. ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു പ്രോജക്റ്റാണ് അത്. അപ്പം അത് ഏറെക്കുറെ അപ്രൂവ്ഡ് ആയി. നമ്മൾ അതിൻ്റെ പ്രോസസ്സും ഗ്രൗണ്ട് ലെവൽ വർക്കൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വെറൈറ്റികൾ ഇപ്പം കൂട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം കുറേ വെറൈറ്റികൾ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമ്മളിവിടെ ചെയ്യുന്ന വെറൈറ്റികൾ വേറെ എങ്ങും കിട്ടാത്ത വെറൈറ്റികളാണ്. ഇപ്പം വേറെ സ്ഥലത്ത് ചെയ്യുന്ന ഒരു വെറൈറ്റി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾ അറിയാത്ത വെറൈറ്റിയാണ്. ഇപ്പോൾ ഏതൻ സെലക്ഷൻ ആണെങ്കിലും പൊള്ളാച്ചി ആണെങ്കിലും വേറെ നഴ്സറികളൊന്നും കിട്ടത്തില്ല. നമ്മൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ തന്നെ ബഡ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കി. ഇപ്പം നമ്മൾ പൊള്ളാച്ചി ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. 5ാമത്തെ വർഷത്തിലാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. കാരണം 5ാമത്തെ വർഷത്തിൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലായി, അത് നമ്മുടെ തോട്ടത്തിലെ വളർച്ച മനസ്സിലായി, അത് കായ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളിപ്പം പൊള്ളാച്ചി റിലീസ് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മളിപ്പം ശ്രീലങ്ക വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ശ്രീലങ്കയിൽ നിന്ന് നമ്മളിപ്പം ബഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു വെറൈറ്റി ബഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് കൊടുക്കണമെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുകയുള്ളൂ. ആ പ്ലാന്റ് നമ്മുടെ ഇവിടെ കായ്ക്കണം. അതിൽ നിന്ന് ബഡ് എടുത്തിട്ട് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പം പൊള്ളാച്ചി വെക്കുന്ന ഒരു കർഷകന് ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. ഇപ്പം ഞാൻ ഇപ്പം നമ്മുടെ വീഡിയോ എല്ലാം കാണുമ്പോൾ അറിയാം, നമ്മൾ ഏതെങ്കിലും കൊടുക്കുമ്പോഴും പറയും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെക്കാം. നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ആ വെറൈറ്റി നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സമയത്തും അതിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ആ വെറൈറ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഇപ്പം നമുക്ക് മിക്സഡ് ആയിട്ട് എത്ര വെറൈറ്റി വേണമെങ്കിലും ചെയ്യാം, ഒത്തിരി ബഡ് പലയിടത്തും കിട്ടാനുണ്ട്, ഇതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ആ വെറൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം പൊള്ളാച്ചി വെറൈറ്റി ആണെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ തന്നെ പൊള്ളാച്ചിയായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഇലയിൽ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇത് രണ്ടും മിക്സഡ് ആയിട്ട് ഇരുന്നാൽ പോലും നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും, സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് പോലും നമ്മൾ ടാഗ് ഇട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ വെറൈറ്റിക്കും ആ ഓരോ വെറൈറ്റിയുടെ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെല്ലാം കർഷകർക്ക് ഇപ്പം സാധാരണ രീതിയിൽ ജാതിക്കയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കായ്ക്ക് വലിപ്പം കാണും, പത്രി കാണത്തില്ല, അല്ലെങ്കിൽ പത്രിക്ക് വലിപ്പം കാണും, കായ ചെറുതായിരിക്കും. ഇനിയും ഇത് രണ്ടും കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ എണ്ണം കുറവായിരിക്കും. ഇപ്പം നമ്മുടെ ഈ ഏതൻ സെലക്ഷൻ 1 അല്ലെങ്കിൽ പൊള്ളാച്ചി എന്നൊക്കെ പറയുന്ന വെറൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായ്ക്കും പത്രിക്കും വലിപ്പമുണ്ട്, അതുപോലെ തന്നെ എണ്ണം. നമ്മളിപ്പം ഒരു കായ്ക്കും പത്രിക്കും വലിപ്പം മാത്രം പറഞ്ഞുകൊണ്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കർഷകർക്ക് അത് ഒരിക്കലും ഒരു ഉപകാരമാകത്തില്ല. ഇപ്പം എത്ര കൃഷി ചെയ്താലും എത്ര വലിപ്പം, ഇപ്പം ഒരു 10 ജാതിക്ക 1 കിലോ ആയെന്ന് പറഞ്ഞാലും ആ ജാതിയിൽ 20 കായ ഉണ്ടാകുന്നുള്ളെങ്കിൽ അവനൊരു പ്രയോജനമില്ല. ജാതിക്കാരൻ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അവൻ്റെ വരുമാനം തന്നെയാണ്. അറ്റ് എൻഡ് അവൻ്റെ എത്ര രൂപ വരുന്നുണ്ടെന്നുള്ളതാണ് ജാതി കൃഷിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വലിപ്പം ഒന്ന് മാൻഡേറ്ററി ആണ്. നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എങ്ങും എവിടെയും എല്ലാ വീഡിയോയിലും നമ്മളൊരു വെറൈറ്റിനെ പറ്റി പറയുന്നുണ്ട്, വെറൈറ്റിയുടെ തൂക്കം കാണിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മാർക്കറ്റിനെ പറ്റി ഇതുവരെ ഒരു വീഡിയോയിലും ഞാനെങ്ങും കണ്ടിട്ടില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിന്റെ വീഡിയോ കൂടെ, അതായത് ഒരു ജാതി കർഷകന് ഏതൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കാം, ഏതൊക്കെ രീതിയിലാണ് ജാതി പ്രോസസ്സ് ചെയ്ത് എടുക്കേണ്ടത്, ഏതൊക്കെ ഇപ്പം നമ്മൾ കളയുന്ന ഒരുപാട് സാധനത്തിന് വിലയുള്ളതാണ്. അപ്പോൾ അത് കർഷകർക്ക് അറിയത്തില്ലാത്തവരുണ്ട്, അറിയാവുന്നവരുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് ഈ വീഡിയോയിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് തൂക്കവുമുണ്ട് എണ്ണവും കിട്ടും. അപ്പം നമുക്ക് ഇത് രണ്ടും കിട്ടിയാൽ മാത്രമേ ജാതി കൃഷി പ്രോഫിറ്റ് ആവത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോഴത്തെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇപ്പം കായ്ക്ക് വലിപ്പമുണ്ട്, പത്രിക്ക് വലിപ്പം കുറവായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളത് നിങ്ങൾ 1-2 വീടിൻ്റെ മുമ്പിലൊക്കെ അലങ്കാരത്തിന് വെക്കാനേ കൊള്ളുള്ളൂ, ഒരിക്കലും കൊമേഴ്ഷ്യലായിട്ട്. അപ്പം ഞാൻ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ജാതി തന്നെ കൃഷിയായിട്ട് തന്നെ നമ്മളൊരു 10 ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 10 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, ഒരിക്കലും കായ് മാത്രം വലിപ്പമുള്ളൊരു ഇനം ചെയ്യരുത്.
അല്ലെങ്കിൽ പത്രി മാത്രം വലിപ്പമുള്ള, അതൊക്കെ നമ്മുടെ തോട്ടത്തിൽ 1-2 വെക്കാം. ഇപ്പോൾ ഒരു 50 എണ്ണം വെക്കുന്നവരാണെങ്കിൽ ഒരു 40 എണ്ണം നല്ല ക്വാളിറ്റി ഉള്ളത് വെച്ചിട്ട് 10 എണ്ണം മിക്സഡ് ആക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ളൂ. കാരണം കായും പത്രിയും ഒരുപോലെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അറ്റ് ദ എൻഡ് കർഷകന് പ്രോഫിറ്റ് ആവത്തുള്ളൂ. ഇപ്പം കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം എല്ലാവരും ഈ ജാതി കൃഷി ഒരു വൈറ്റ് കോളർ ജോലി പോലെയാണ് പറയുന്നത്. ജാതി വെച്ച് കഴിഞ്ഞാൽ കായെടുക്കാം. അങ്ങനെയല്ല, ജാതി കൃഷിയിൽ ഏറ്റവും പാട് പിടിച്ച കേസായിട്ട് കായെടുക്കുന്ന സമയത്താണ്. അതുവരെ നമുക്ക് വർഷത്തെ ഒരു 3-4 പണി കൊണ്ടൊക്കെ നമുക്ക് ജാതിയെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. ഇപ്പം വെള്ളത്തിനൊക്കെ പല മാർഗ്ഗങ്ങളുണ്ട്, വെള്ളം ഒഴിച്ച് നിർത്താൻ പറ്റും. പക്ഷേ ജാതിയുടെ കായ ഒരിക്കലും ഒരുമിച്ച് കിട്ടത്തില്ല. അപ്പം കർഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വർഷമായ ജാതിയിൽ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടുന്ന, അത് നിങ്ങൾ വരുമാനം എടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ അവൻ പത്രി നന്നായിട്ട് ക്വാളിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല റേറ്റ് കിട്ടും. അതുപോലെ തന്നെ മോശം പത്രി അവൻ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും വിലയുണ്ട്. അപ്പം പത്രിയും രണ്ടും, കായും പത്രിയും ഒരേ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ജാതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇപ്പം കായകളുടെ എല്ലാ വരുമാനം, ഇപ്പം തൊണ്ട് പോലും എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. തൊണ്ട് വേണ്ട, ഇപ്പം പിഞ്ച് കായ പൊട്ടുന്ന നമുക്കിപ്പം അത് പറ്റിയ മാർക്കറ്റിൽ കാണിക്കാം. പിഞ്ച് കായ്ക്ക് പോലും കിലോ 100 രൂപ വിലയുണ്ട്. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് മാത്രമേ നിങ്ങൾ കൊമേഴ്ഷ്യൽ കൃഷിയിലോട്ട് ഇറങ്ങാവുള്ളൂ. കഷ്ടപ്പാടുണ്ട്, എളുപ്പമുള്ള പണിയൊന്നുമല്ല. ജാതിക്ക പെറുക്കുന്നതാണ് ജാതി കൃഷിയിലെ ഏറ്റവും വലിയ പണി. അപ്പോൾ അത് പെറുക്കുക, കളക്ട് ചെയ്യുക, അത് സുരക്ഷിതമായിട്ട് പ്രോസസ്സ് ചെയ്യുക. ഇത് 3ഉം ശ്രദ്ധിച്ചാൽ മാത്രമേ കർഷകർക്ക് ജാതി കൃഷി കൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ എടുത്ത് ചാടി നമുക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ചെയ്ത് ഇട്ടാൽ നമുക്ക് തന്നെ പെറുക്കാമെന്നുള്ളതല്ല. ഒരു 30 ജാതി വെക്കുന്ന ഒരാൾ എന്താണെങ്കിലും പണിക്കാരനെ ആശ്രയിക്കണം. അതും 1-2 ദിവസം നമ്മൾ ജാതിക്ക പറിക്കണം, പെറുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പത്രി കേടായി പോവും. പത്രി ഇച്ചിരി കേടായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് മാർക്കറ്റിൽ വിലയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എടുക്കണം. ഇത് കളക്ട് ചെയ്ത് അത് തരം തിരിക്കുന്നതിൻ്റെ അത് പോലും വ്യത്യാസമുണ്ട്. ഇപ്പം ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇപ്പം കോട്ടയത്ത് ഇന്ന് പത്രവില 1700 രൂപയാണ്. പക്ഷേ 2000 രൂപ വിലയുണ്ട് ഇവിടെ. കോട്ടയത്ത് വിലയുണ്ട്. നമ്മളിപ്പോൾ ആ ഷോപ്പിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പം 2000 രൂപ വിലയുണ്ട്. അപ്പോൾ ഓരോ ക്വാളിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും ബഡ് ജാതി നാടൻ ജാതിയുടെ ഡിഫറൻസ് തന്നെയാണ്. നാടൻ ജാതിയുടെ പത്രിക്ക് 1000 രൂപ 1200 രൂപയോളം, ബഡിൻ്റെ പത്രിക്കാണ് 2000 രൂപയോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം മാക്സിമം കൃഷി ചെയ്യാൻ ഇറങ്ങുന്നവർ നിങ്ങളുടെ ലോക്കലുള്ള മാർക്കറ്റും കൂടെ പഠിക്കുക, എങ്ങനെ ഇത് പ്രോസസ്സ് ചെയ്യാം. അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. പരിചയമുള്ള കർഷകരുമായിട്ട് അല്ലേ, കർഷകരുമായിട്ട് മനസ്സിലാക്കുക. 2 നിങ്ങൾ പോകുന്ന തോട്ടങ്ങളിൽ കായ എടുക്കുമ്പോൾ നോക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ലത് നിങ്ങളുടെ അടുത്തുള്ള ജാതി മേടിക്കുന്ന കടക്കാരുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അവിടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പകുതി ഐഡിയ കിട്ടും അല്ലേ, 90% ഐഡിയ കിട്ടും ഇതിൻ്റെ എന്തൊക്കെ വിലയുണ്ടെന്നുള്ളത്. ഇപ്പം നമുക്ക് അറിയാം, ഞാൻ കൃഷി ചെയ്താൽ തുടങ്ങുന്ന സമയത്ത് അറിയാൻ മേലാഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിലാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം നമ്മൾ കായ കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കായ ഇവിടെ എടുക്കും. ഈവൻ ദോ നമ്മൾ പരിപ്പെടുക്കുന്ന ആൾക്കാരുടെ തോട് പോലും കിലോയ്ക്ക് 50 രൂപ വിലയുണ്ട്. വെറും തോട്, അതായത് നമ്മൾ കായയുടെ പരിപ്പ് പൊട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന തോടിന് 50 രൂപയ്ക്ക് വില നമ്മുടെ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പം അത്രയും സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വിൽക്കാനുണ്ട്. ഇതെല്ലാം വിറ്റ് മാത്രമേ ഇത് പ്രോഫിറ്റ് ആകത്തുള്ളൂ. ജാതി നല്ല പ്രോഫിറ്റുള്ള കൃഷിയാണ്, നല്ലതായിട്ട് ധൈര്യമായിട്ട് വെക്കാം. ഇതുവരെ ഒരു 10 വർഷമായിട്ട് വിലയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലതായിട്ട് പ്രോസസ്സ് ചെയ്ത് നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്താൽ ജാതി നല്ല വരുമാനമുള്ള ഒരു കൃഷി തന്നെയാണ്. പക്ഷേ കഷ്ടപ്പാട് നല്ലതായിട്ടുണ്ട്. പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നല്ല കഷ്ടപ്പാടുമുണ്ട്. ഇത് നമുക്ക് റീസെൻ്റ് ആയിട്ട് തന്നെ കിട്ടിയ ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ നമ്മുടെ തിരുവല്ലയിലുള്ളൊരു സാറിൻ്റെ തോട്ടത്തിൽ നിന്നുണ്ടായത്. അപ്പോൾ അവരുടെ തോട്ടത്തിൽ ഒരു 100-300 തൈകളോളം അതേ ഇനം തന്നെ വേണമെന്ന് പറഞ്ഞ് നമുക്ക് ബഡ് കമ്പ് തന്ന് നമ്മളെ കണ്ട് ചെയ്യിപ്പിച്ചൊരു വെറൈറ്റിയാണിത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് മിച്ചം വന്ന കുറച്ച് തൈകൾ അവരുടെ ക്വാണ്ടിറ്റി കഴിഞ്ഞിട്ട് മിച്ചം വന്ന തൈകളാണ്. ഈ വെറൈറ്റി നല്ല വെറൈറ്റി ആയതുകൊണ്ട് നമ്മളും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് കുറച്ച് മദർ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ നമ്മുടെ തോട്ടത്തിൽ കൊണ്ട് വെച്ച് മിനിമം ഒരു 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പം മിനിമം ഒരു 5 years നമുക്ക് സമയമെടുക്കും ഒരു ഇനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പം സാറ് ദുബായിലുള്ള ഒരാളാണ്. പുള്ളി നമ്മളെ കൊണ്ട് പറഞ്ഞ് കഴിഞ്ഞ വർഷം ബഡ് ചെയ്യിപ്പിച്ച് അവർക്ക് 300 തൈ ആയിരുന്നു വേണ്ടത്. അതിൻ്റെ അകത്തുനിന്ന് മിച്ചം ഒരു 80 തൈയോളം വന്നു. അതിൻ്റെ അകത്ത് കുറച്ച് തൈ ഇരിക്കുന്നതാണ്. ഇപ്പം കുറച്ച് നമ്മുടെ പ്ലാന്റേഷനിലും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് വേണം നമുക്കിത് കൊടുക്കാൻ. ഇതെല്ലാം നമ്മൾ മദർ പ്ലാന്റിന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കവർ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെയാണ്. ഇതിൻ്റെ കായും പത്രിയൊക്കെ നല്ല വലിപ്പമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനിപ്പം പറയുന്നില്ല. നമുക്ക് ഫ്യൂച്ചറിൽ അത് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. ഇത് ഭയങ്കര ഗ്രോത്ത് ഉള്ളൊരു വെറൈറ്റിയും കൂടിയാണ്. ഭയങ്കര ഷൂട്ടിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഗ്രോത്താണ്. കായും പത്രിയും ഒക്കെ നല്ലതാണ്. ചൂടുള്ള ഇപ്പം തിരുവല്ലയിലൊക്കെ നന്നായിട്ട് ഈ വെറൈറ്റി കായ്ക്കുന്നുണ്ട്. അപ്പോൾ ലോ റേഞ്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. നമ്മൾ അതിനെ പറ്റിയിട്ട് ഒന്നും കൂടെ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 വർഷം ആയുള്ളൂ നമ്മുടെ കയ്യിൽ ഇത് വന്നിട്ട്. ഇപ്പോൾ 1 വർഷം കൊണ്ട് നമ്മൾ ബഡ് ചെയ്ത് ഇത്ര ആയുള്ളൂ. അപ്പോൾ നമുക്ക്
വരുന്ന ഒരു 5 വർഷം എടുക്കും ഈ തൈ നല്ലതാണെങ്കിൽ മാത്രം നമ്മളിത് ഡെവലപ്പ് ചെയ്ത് വിൽക്കും. ഇല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ വെച്ച ഇതുകൊണ്ട് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ നിർത്തും. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ഇതാരും നമ്മൾ കൊടുക്കത്തുമില്ല അങ്ങനെ. കാരണം അതിനെപ്പറ്റി നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ബോധ്യം ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള തൈകൾ കൊടുക്കത്തുള്ളൂ. നമ്മുടെ നേഴ്സറി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ അബിയു. നമ്മളിവിടെ ചെയ്യുന്ന ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട Z4 എന്ന് പറയുന്ന ഹോം ഗ്രൗണ്ടിലൊക്കെ ഡെവലപ്പ് ചെയ്ത് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞ അബിയു ആണ് ഇത്. ഈ അബിയു നമ്മളിവിടെ നമ്മുടെ നേഴ്സറിയിൽ ഇപ്പോൾ 50 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് അബിയുവിൻ്റെ വില മാർക്കറ്റിൽ അറിയാം. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 400 രൂപ 300 രൂപയൊക്കെ മാർക്കറ്റിൽ റീറ്റെയിൽ പ്രൈസ് ഉള്ള ഒരു തൈയാണ്. ഇപ്പോൾ ഈ സൈസുള്ള തൈയാണ് നമ്മളിവിടെ 50 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് Z4 ഇനത്തിൽപ്പെട്ട അബിയു ആണ്. കൊമേഴ്ഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം റംബൂട്ടാനിൽ N18 എന്ന് പറയുന്ന പോലെ അബിയുവിൽ Z4 അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ അബിയു ആണ് ഏറ്റവും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു വെറൈറ്റി. ആ വെറൈറ്റി നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ നേഴ്സറിയിൽ 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അബിയുവിൻ്റെ റേറ്റ് അറിയാം. അബിയു മാർക്കറ്റിൽ 700 രൂപ 800 രൂപയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളിവിടെ 250 രൂപ 200 രൂപ ആ റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിലും നേരത്തെ വീഡിയോയിലും എല്ലാം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റീസെൻ്റായിട്ട് 80 രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ വർഷം മൊത്തം വിറ്റുകൊണ്ടിരുന്നത്. ഈ വർഷം നമ്മളത് വീണ്ടും 50 രൂപ ആക്കിയിട്ടുണ്ട്. കാരണം ഇതിന് 1-2 പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് അബിയു ഇപ്പം വില ഇത്രയും താന്നു പോയത്. കാരണം ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള പാടുണ്ട്. ഇപ്പം ഇതിന് രണ്ടാമത്തെ കാര്യം സീഡ്ലിംഗ് ആണ് തൈ ഉണ്ടാക്കുന്നത്. തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അപ്പം കേരളത്തിൽ എല്ലായിടത്തും ധാരാളമായിട്ട് അബിയുവിൻ്റെ തൈകൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് കുറഞ്ഞത്. പിന്നെ ഷെൽഫ് ലൈഫാണ് ഏതൊരു ഫ്രൂട്ടിൻ്റെയും വിജയം എന്ന് പറയുന്നത്. കാരണം നമുക്ക് അതെ മാർക്കറ്റിൽ ഇത് ഒരു ഫ്രൂട്ട് വിൽക്കുന്ന ഒരാൾക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും ആ ഫ്രൂട്ട് മാർക്കറ്റിൽ നിൽക്കത്തില്ല. ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാണ്, കഴിക്കാൻ നല്ലതാണ്, കരിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടുമാണ്. പക്ഷേങ്കിൽ ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തിൽ 1-2 ദിവസം മാത്രമേ ഉള്ളൂ അതിന് ഷെൽഫ് ലൈഫ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ ഇപ്പോൾ അത്ര സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. കൊമേഴ്ഷ്യൽ വാല്യൂ ആയിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി പേര് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടെ നേഴ്സറിയിൽ 50 രൂപയ്ക്കാണ് നമ്മൾ തൈ കൊടുക്കുന്നത്. ഇപ്പം സ്വാഭാവികമായിട്ട് അബിയുവിൻ്റെ ഒരു ഡിമാൻഡ് ഒന്ന് ചെറുതായിട്ട് മാർക്കറ്റിൽ കുറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് അബിയുവിൻ്റെ തൈകൾ വളരെ ലിമിറ്റഡ് ആണ്. എന്നാൽ നമുക്ക് അബിയുവിൻ്റെ തൈകൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. കാരണം ഇപ്പം അബിയുവിൻ്റെ സീസൺ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പം ഡിസംബർ ജാനുവരി ഫെബ്രുവരിയിലാണ് അബിയുവിൻ്റെ സീസൺ കഴിഞ്ഞത്. ആ തൈകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. തൈകൾ വളരെ ഇവിടെ തന്നെ കുറച്ച് തൈകൾ ഞാൻ കാണിക്കാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 1.5 അടിയോളം പൊക്കമുള്ള തൈകളാണ്. നമ്മൾ ഇത്രയും ആയ തൈകളാണ് ഇവിടെ കൊടുക്കുന്നത്. തീരെ പൊടി തൈകൾ നമ്മളിപ്പം കൊടുക്കുന്നില്ല. ഇത്രയും ആയ തൈകൾക്കാണ് 50 രൂപ വരുന്നത്. ഇതിലും താഴ്ന്ന ചെറിയ തൈകൾ നമുക്ക് ആയി വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് കോൺടാക്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ തൈ ആവുന്ന മുറയ്ക്ക് നമ്മൾ എല്ലാവർക്കും തരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കുറച്ച് തൈകൾ ഇവിടെ കൊടുക്കാനായിട്ടുള്ളൂ. സത്യം പറഞ്ഞു ആദ്യം വിളിക്കുന്നവർക്ക് കൊടുക്കാനുള്ള തൈയുണ്ട്. എന്നാൽ 1-2 മാസത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യം തൈകൾ ക്വാണ്ടിറ്റി ആയി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ നേഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്ന മറ്റൊരു ഇനം കവുങ്ങ് തൈകളാണ്. കാരണം ജാതിക്ക് ഇടവിളയായിട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ ഒരു അനുയോജ്യമായ ഒരു സമ്മിശ്ര കൃഷിയാണ് കവുങ്ങിൻ്റെ. അപ്പം നമ്മൾ ഇവിടെ ജാതി വെക്കുന്ന ആൾക്കാരെല്ലാം പൊതുവെ കവുങ്ങ് കൊണ്ടുപോകാറുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന 2-3 വെറൈറ്റി ഉണ്ട്. അതിൽ ഒരു വെറൈറ്റി കാസർഗോഡ് നാടൻ വെറൈറ്റിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വെറൈറ്റി കാസർഗോഡ് നാടനാണ്. അത് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന തൈകളാണ്. ഇതിനൊക്കെ 15 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കാസർഗോഡ് നാടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. കേട് വളരെ കുറവുള്ള ഒരു ഇനമാണ്. രണ്ടാമത്തെ കാര്യം ഇത് ഹൈറ്റിൽ പോവും. ഒരിക്കലും കുള്ളൻ കവുങ്ങുകളല്ല. നമ്മൾ കുള്ളനായിട്ടുള്ള കവുങ്ങ് തൈകൾ നമ്മളിവിടെ ചെയ്യുന്നില്ല. നമ്മളിപ്പം 3 വെറൈറ്റിയാണ് ചെയ്യുന്നത്. കാസർഗോഡ് നാടൻ, മംഗള, അതുപോലെ തന്നെ മോഹിത് നഗർ. ഈ 3 വെറൈറ്റിയും നമ്മൾ ചെയ്യുന്നുണ്ട്. 3 വെറൈറ്റിയും അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു ഇനങ്ങളാണ്. ഇതിന് ആയുസ് കൂടുതലുണ്ട്. 40 വർഷം 50 വർഷം 60 വർഷമൊക്കെ ആയുസുള്ള വെറൈറ്റികളാണ് ഇത് 3. അതായത് മംഗള, ഇൻട്രസി മംഗളയല്ല നമ്മൾ ചെയ്യുന്നത്. കുള്ളൻ വെറൈറ്റികളൊന്നും നമ്മളിപ്പം ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുള്ളൻ വെറൈറ്റികൾ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു മരം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഹൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നീണ്ടു കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള നാടൻ വെറൈറ്റികൾ, അതായത് ഹൈറ്റ് പോകുന്ന എന്നാൽ ജാതിക്ക് ഒരു ഷെയ്ഡ് കിട്ടുന്ന വെറൈറ്റികളായിട്ടുള്ള ഇതുപോലുള്ള വെറൈറ്റികളാണ് ചെയ്യുന്നത്. അതിൻ്റെ അത് നമുക്ക് കാസർഗോഡ് നാടന് 15 രൂപ, അതുപോലെ തന്നെ മംഗളയ്ക്കും മോഹിത് നഗറും 20 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഹോൾസെയിലും റീറ്റെയിലും എല്ലാം സെയിം റേറ്റ് തന്നെയാണ്. റേറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ നേഴ്സറിക്കാർക്കും എല്ലാം ഇപ്പം കാസർഗോഡ് നാടനൊക്കെ 15 രൂപയ്ക്ക് കേരളത്തിലെങ്ങും കിട്ടത്തില്ല. അതുപോലെ തന്നെ മംഗളയും മോഹിത് നഗറും 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നേഴ്സറി അതായത് നമ്മുടെ പ്ലാന്റേഷൻ ജാതി പ്ലാന്റേഷനാണ്. അതുകൊണ്ട് തന്നെ ജാതി തന്നെ നമ്മൾ മെയിനായിട്ട് ബഡ് ചെയ്ത് നല്ല വെറൈറ്റികളായി, അതായത് നമ്മുടെ തന്നെ സ്വന്തം വെറൈറ്റിയായ ഏതെങ്കിലും സെലക്ഷനും പൊള്ളാച്ചി എന്ന് പറയുന്ന 2 വെറൈറ്റിയാണ് നമ്മളിപ്പം
ജാതി തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ സെയിൽ നടക്കുന്ന ഒരു യൂണിറ്റാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് വേറെയുണ്ട്. ഇത് നമ്മുടെ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നഴ്സറിയാണ്. അതുകൊണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ നഴ്സറി അല്ല ഒരിക്കലും. കൊമേഴ്ഷ്യൽ നഴ്സറി അല്ലെന്ന് പറയുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് റോഡ് സൈഡിലോ അങ്ങനെ പരസ്യം ചെയ്തോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈ മാത്രം വിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈ തീർന്നു പോകുമ്പോൾ നമ്മുടെ നഴ്സറി സ്വാഭാവികമായിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ തൈ ആവുന്ന മുറയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 365 ഡേയ്സും നമുക്കിവിടെ തൈകൾ അവൈലബിൾ ആയിരിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നഴ്സറിയുടെ ഇപ്പം സെയിൽ നടക്കുന്നത് കോട്ടയത്ത് മണറാട് പള്ളിക്ക് അടുത്തായിട്ടാണ്. മണറാട് പള്ളിയാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ളൊരു ലൊക്കേഷൻ. മണറാട് പള്ളിയുടെ അവിടെ നിന്ന് 100 മീറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ കോട്ടയം ഏറ്റുമാനൂർ ബൈപ്പാസിൽ കണിയാങ്കുന്ന് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നൊരു 150 മീറ്ററേ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അകത്തോട്ട് കയറിയിട്ടാണ് നമ്മുടെ നഴ്സറിയുടെ ഔട്ട്ലെറ്റ് ഇപ്പം പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ സീസൺ തുടങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ജാതിത്തൈകൾ അത്യാവശ്യത്തിന് നമുക്ക് ക്വാണ്ടിറ്റി ഇരിപ്പുണ്ട്. അപ്പം വീഡിയോ വന്നാലും കഴിഞ്ഞാലും നമുക്കിപ്പം കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ എത്രയും പെട്ടെന്ന് വരുവാണെങ്കിൽ എത്രയും നല്ല തൈകൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. നമുക്കിപ്പം സ്റ്റോക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയാണ്. ഏതെങ്കിലും സെലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പൊള്ളാച്ചി വെറൈറ്റി ജാതിയുണ്ട്. പിന്നെ നമുക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവൻ തൈകൾ J33 സിന്ദൂര, അതുപോലെ ഡെങ്സൂര്യ ഇനത്തിലുള്ള പ്ലാവൻ തൈകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാടൻ ജാതി നമ്മൾ 22 രൂപയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ജാതി നമുക്കിപ്പം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇപ്പം സ്റ്റോക്ക് ഇച്ചിരി കുറവുള്ളത് നമ്മുടെ കവുങ്ങ് തൈകളൊക്കെയാണ്. കാരണം കവുങ്ങ് തൈകളിലൊക്കെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായതുകൊണ്ട് നമുക്കിപ്പോൾ ഇച്ചിരി കുറവാണ്. എന്നാലും നമുക്ക് കവുങ്ങ് തൈകൾ നമ്മൾ ഇപ്പോൾ ഒരു 5000-6000 പീസ് ഇട്ടിട്ടുണ്ട്. ഒരു 1-2 മാസത്തിനുള്ളിലൊക്കെ അത് കൊടുക്കാറാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവുന്നതനുസരിച്ച് അവരോട് ഈ കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവുന്നതനുസരിച്ച് നമുക്ക് പറയാം. ഇപ്പം നമുക്ക് ജാതി തൈ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്ലാവിൻ്റെ വെറൈറ്റികൾ അവൈലബിൾ ആണ്. കവുങ്ങ് നമുക്ക് അത്യാവശ്യം അബിയുമൊക്കെ അത്യാവശ്യത്തിന് നമുക്കിപ്പം അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ നഴ്സറിയിൽ നമ്മൾ കൊറിയറായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നൊരു ചോദ്യമാണ് കൊറിയർ ഉണ്ടോ. നമുക്കിപ്പം 1-2 പീസൊക്കെ ആയിട്ട് നമ്മൾ കൊറിയർ ചെയ്യുന്നില്ല. നമ്മൾ ഇതുവരെ ഒരു സാധനം കൊറിയർ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഡെലിവറി സൗകര്യമുണ്ട്. അതായത് നമുക്ക് മിനിമം കുറച്ച് ക്വാണ്ടിറ്റി വേണമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ജാതിയൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 30 ജാതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ 10-15 ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഇച്ചിരി സമയം എടുക്കും. കാരണം ഒരേ ഏരിയയിൽ അല്ലെങ്കിൽ ഒരേ ജില്ലയിലോട്ട് അത്യാവശ്യം നമുക്കൊരു 50 തൈയൊക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് വണ്ടി പോകുന്നത്. വണ്ടി നമുക്കിപ്പം ചാർജ് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്ററിന് 20 രൂപ വെച്ചാണ് വരുന്നത്. വൺ സൈഡ് 1 കിലോമീറ്റർ, അതായത് 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 2000 രൂപയോളം കൊറിയർ ചാർജ് ഡെലിവറി ചാർജ് വരും. പിന്നെ കൂടുതൽ ആളുകൾ വരുന്നതനുസരിച്ച് നമ്മളത് മാക്സിമം കുറച്ച് കൊടുക്കും. മിനിമം നമുക്ക് ഒരു 50 ജാതിത്തൈയൊക്കെ ആണെങ്കിൽ ഒരു 30 ജാതിത്തൈ, പ്ലാവൻ തൈയൊക്കെ ആണെങ്കിൽ ഒരു 50 പ്ലാവൻ തൈ ഇപ്പം നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ ഓർഡർ നിങ്ങൾ നേരത്തെ പറയുവാണെങ്കിൽ ഓരോ ജില്ല നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് തൃശ്ശൂർ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് 1-2 ഓർഡർ ഒരുമിച്ച് ആവുന്ന സമയത്ത് നമ്മൾ അത് ഒരുമിച്ച് തന്നെ ഡെലിവറി ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഡെലിവറി ചാർജും മാക്സിമം കുറച്ച് കിട്ടും. പക്ഷേ അതിന് ഇച്ചിരി പീരീഡ് ഓഫ് ടൈം എടുക്കും. നമ്മളിപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, ഒരാഴ്ച 2 ആഴ്ച സമയത്തിനുള്ളിലായിരിക്കും ഓരോ ഏരിയയിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് എല്ലാം കൂടെ എത്തിച്ചു തരുന്നത്. ഇന്ന് നമുക്ക് കർഷകർക്ക് അറിയാൻ മേലാത്ത കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജാതിയുടെ മാർക്കറ്റ്, അതായത് നമുക്ക് കിട്ടുന്ന കായ്, പത്രി, അതിൻ്റെ ഗ്രേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കൂടെയാണ് നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പോകുന്നത്. ഇത് കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജാതി അതുപോലെയുള്ള നമ്മുടെ മലഞ്ചരക്കുകളും എല്ലാം ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ഇവർക്ക് ഇവിടെ 2 ഷോപ്പുണ്ട്. ഒന്ന് അയർക്കുന്നത്തിനും കിടങ്ങൂരിനും ഇടയ്ക്ക് കൊങ്ങാണ്ടൂർ ഒരു ഷോപ്പുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഇവർക്ക് ഷോപ്പുണ്ട്. ഇവരുടെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത് ജാതിക്കായുടെ ഗ്രേഡും അതിൻ്റെ വിലകളും, അതുപോലെ തന്നെ പത്രിയുടെ ഗ്രേഡും അതിൻ്റെ വിലകളും, അതാണ് നമുക്കിപ്പോൾ ചേട്ടനോട് ചോദിക്കാൻ പോകുന്നത്. പിന്നെ ചേട്ടൻ്റെ സ്ഥാപനത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ചേട്ടൻ്റെ പേരും ചേട്ടനെ പറ്റിയും ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. പേര് ലൂക്കാസ് എന്നാണ്. എനിക്ക് 2 കടയുണ്ട്. ഒന്ന് അയർക്കുന്നത്ത് കൊങ്ങാണ്ടൂർ പാറവിളയിലും, 2 കിടങ്ങൂർ സൗത്തിലും മാന്താരക്കൊല്ലയിലുമാണ്. അയർക്കുന്നത്ത് ചൊവ്വായും വെള്ളിയാണ്, ബാക്കി ദിവസം മാന്താരക്കൊല്ലയിലാണ്. ജാതിക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ ജാതിക്ക ഗ്രേഡ് തിരിച്ചെടുക്കുന്നതിലാണ് വിലയുടെ വ്യത്യാസം ഇരിക്കുന്നത്. ഏറ്റവും നല്ല ഗ്രേഡിലുണ്ടാക്കുന്ന ജാതിക്കായ്ക്ക് ഇപ്പോൾ 300 രൂപ വിലയുണ്ട്. ഏറ്റവും നല്ല ഗ്രേഡിലുണ്ടാക്കുന്ന പത്രിക്ക് ഇപ്പോൾ 2000 രൂപ വിലയുണ്ട്. പിന്നെ ജാതിക്ക പിന്നെ കേടാകാതെയും പിന്നെ മോശമായിട്ട് പോകാത്ത രീതിയിൽ ഈർപ്പരഹിതമായിട്ട് ഉണങ്ങിയെടുക്കുക. പിന്നെ പത്രി ആണെങ്കിലും കറവലൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ കളറ് പോകാതെ നന്നാക്കിയിട്ട് ഉണങ്ങിയെടുക്കുക. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ജാതിക്കയ്ക്ക് ഇന്നത്തെ പത്രവില എനിക്ക് തോന്നുന്നു 1800 രൂപ രൂപയാണ്. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി പത്രിക്ക് 2000 രൂപ, അതായത്
പത്ര വിലയേക്കാളും 200 രൂപ കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2000 രൂപയോളം അല്ലെ, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പത്രിക്ക് നമ്മൾ ഇവിടെ കിട്ടുന്നുണ്ട്. 2000 രൂപ വിലയുണ്ട്. ഇപ്പൊ നമ്മളിവിടെയാണ് നമ്മുടെ ബഡിന്റെ ഒക്കെ പത്രി കൊടുക്കുന്ന കട. ഇവിടെ നമുക്ക് 2000 രൂപ ഇപ്പം കിലോയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ ഉണങ്ങി പൂപ്പലില്ലാത്ത നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബഡ് പത്രിക്കുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന 2 ക്വാളിറ്റി ഉള്ള പത്രിയാണ്. നമുക്ക് ഇതേണ്ട നിങ്ങൾ നോക്കിയറിയാം, ഈ രീതിയിൽ എടുക്കുന്ന പത്രികൾക്ക് 1800 രൂപ വരെ വിലയുണ്ട്. അതായത് അത് നല്ലതായിരിക്കണം, പൂപ്പലൊന്നും കാണരുത്, നല്ല രീതിയിൽ സംസ്കരിച്ചുള്ളതാണ്. ഇതിനകത്ത് പൂപ്പലുണ്ടെങ്കിൽ നിങ്ങളത് തിരിഞ്ഞ് മാറ്റി തന്നെ കൊണ്ടുവരിക. അതിനിപ്പോൾ ഏറെക്കുറെ 1800 രൂപയോളം വിലയുണ്ട്. ഇങ്ങനെയുള്ള ഇത് ക്വാളിറ്റി പത്രി തന്നെയാണ്. 1800 രൂപയോളം വിലയുണ്ട്. ഇപ്പം ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പത്രി നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇത് നല്ല ഫ്ലവറായിട്ട് എടുത്തിരിക്കുന്ന പത്രിയാണ്. ഇതുപോലുള്ള പത്രിക്ക് ഇത് നന്നായിട്ട് ഉണങ്ങി ഈർപ്പം എല്ലാം പോയി നല്ല ഉണങ്ങിയ പത്രിയാണ്. ഇതിന് 2000 രൂപ വിലയുണ്ട്. അപ്പം നിങ്ങളിത് ഇതിനകത്ത് പൊട്ടിയതുണ്ടെങ്കിൽ ഇതിനകത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇച്ചിരി വില കുറയുന്നുള്ളതേ ഉള്ളൂ. 10-200 രൂപയുടെ വ്യത്യാസം വരും. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ഗ്രേഡ് പത്രി എന്ന് പറയുന്ന പത്രികൾ. ഈ 2 ടൈപ്പ് പത്രികളാണ് വരുന്നത്. നമ്മൾ കർഷകർ പലപ്പോഴും കളയാറുള്ളൊരു സാധനങ്ങളാണ് തന്നെ ഇങ്ങനെയുള്ള പത്രികൾ. പലപ്പോഴും കർഷകർ കളയും, കാരണം ഇത് ക്വാളിറ്റി ഇല്ല പോയതാണെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കളയും. നിങ്ങളിത് സൂക്ഷിച്ച് നോക്കി അറിയാം, കാരണം ഇതിൻ്റെ അകത്ത് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പത്രിക്ക് പോലും നമുക്കിവിടെ ചേട്ടന് 1000 രൂപ വില കിട്ടുന്നുണ്ട്. ഇപ്പം ഏറ്റവും മോശം പത്രിക്ക് പോലും ഇപ്പം മാർക്കറ്റിൽ 1000 രൂപ വിലയുണ്ട്. എല്ലാ സ്ഥലത്തും വിലയുണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ കോട്ടയം ജില്ലയിൽ ഇവിടെ ഈ വില നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കി അറിയുന്നുണ്ട്, ഇതുപോലെ ഇതിന് ഇച്ചിരി ഈ നമ്മൾ മഞ്ഞപ്പത്രി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് മഞ്ഞപ്പത്രി സാധാരണ വരുന്നത് ചുമന്ന പത്രി ഒരു വർഷത്തോളം ഇരിക്കുമ്പോഴാണ് കളർ മാറി മഞ്ഞാവുന്നത് അല്ലേ ഏട്ടാ? അങ്ങനെയല്ല, അതിൻ്റെ 6 മാസം ഇരുന്നുമ്പോൾ കളർ മാറും. ഇപ്പം മഞ്ഞപ്പത്രി ആയിട്ട് തന്നെ നമ്മുടെ വെറൈറ്റികൾ വരുന്നുണ്ടെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ കളർ മാറുന്ന ഇതുപോലെ 6 മാസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഈ കളർ മാറുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതേ സാധനം തന്നെയാണ് ഈ കളർ മാറി വരുന്നത്. ഇതിപ്പം മാറിയിട്ടില്ല, ഇച്ചിരി കൂടെ മാറാനുണ്ട്. ഇങ്ങനെയുള്ള പത്രിക്ക് 1500 രൂപയാണ് ഇന്നത്തെ കിടങ്ങൂർ കോട്ടയം ജില്ലയിലുള്ള മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും തീരെ മോശമുള്ള പത്രിക്ക് പോലും നമ്മൾ സാധാരണ കർഷകർ ഒഴിവാക്കുന്ന പത്രിക്ക് പോലും കിലോയ്ക്ക് ഇവിടെ 1000 രൂപ വില കൊടുക്കുന്നുണ്ട് അല്ലേ ഏട്ടാ? നമ്മുടെ ജാതിക്ക ഇത് കണ്ടോ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ജാതിക്ക അറിയാം. ചേട്ടനെ എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് മൂത്ത്, ഇത് കേൾക്കാവോന്ന് എനിക്കറിയത്തില്ല, നന്നായിട്ട് കുലുങ്ങുന്ന കായ്കളാണ്. അതായത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്നുള്ള 100% പൂർണ്ണമായിട്ട് ഉണങ്ങിയ കായ്കളാണ്. ഇതിന് ഇന്നത്തെ മാർക്കറ്റ് വില 300 രൂപയാണ്. അതായത് ഇന്ന് പത്രവില എന്ന് പറയുന്നത് 260 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കായ്ക്ക് 300 രൂപ വിലയുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് 250 രൂപയുടെ കായ്കളാണ്. ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരിക്കത്തില്ല, ഇത് കുലുങ്ങാൻ തുടങ്ങിയിട്ടില്ല. കുലുങ്ങാൻ തുടങ്ങാത്ത ഇച്ചിരി പച്ചപ്പ് കാണും. ഇതിന് ഇച്ചിരി നമ്മൾ ശരിക്കും ഉണങ്ങുമ്പോൾ വെയിറ്റ് കുറയും. അതുകൊണ്ടാണ് അതിൻ്റെ ആ വില വ്യത്യാസം വരുന്നത്. ഈ ജാതിക്കായ്ക്ക് നമുക്കിപ്പം ഇവിടെ മാർക്കറ്റിൽ 250 രൂപ വിലയുണ്ട്. ഇത് ജാതിക്കയുടെ ഏറ്റവും മോശം കായ ലുട്ടാപ്പി എന്ന് വിളിക്കുന്ന പിന്നെ വെയിറ്റ് കുറഞ്ഞ വേസ്റ്റാണ്. ഈ സാധനത്തിന് 150 രൂപ വിലയുണ്ട്. നമ്മൾ ഈ ലുട്ടാപ്പി എന്ന് പറയുന്ന കായകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിഞ്ച് കായകൾ പൊട്ടിയതാണ്. നിങ്ങൾ നോക്കിയറിയാം, പത്രയൊന്നും മൂപ്പായിട്ടില്ല, കായൊന്നും മൂപ്പായിട്ടില്ല. ഇതെല്ലാം പിഞ്ച് കായ. ഇതിന് തോടും പോലും സത്യം പറഞ്ഞാൽ ഇല്ലാത്ത കായകളാണ്. സാധാരണ കർഷകരിൽ പിഞ്ച് കായ പൊട്ടുന്ന കായകളെല്ലാം കളയുകയാണ്. ഇതിനിപ്പോൾ ഇന്ന് മാർക്കറ്റിൽ 150 രൂപ വരെ വിലയുണ്ട്. 100 രൂപ തൊട്ട് 150 രൂപ വരെ വിലയുണ്ട്. ഇതിലും മോശമായിട്ടുള്ള കായകളും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു 100 രൂപ താഴെ അല്ലേ? കുറഞ്ഞ വിലയില്ല. ഏറ്റവും കുറഞ്ഞത് ഇവിടെ, അതായത് ഏറ്റവും മോശമായിട്ടുള്ള പിഞ്ച് കായ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ലുട്ടാപ്പി എന്ന് പറയുന്ന നമ്മളിവിടെ ലുട്ടാപ്പി എന്നാണ് പറയുന്നത്, പല സ്ഥലത്തും പല പേരായിരിക്കും. ആ കായ്ക്ക് പോലും 100 രൂപ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. ഇപ്പം ഇത് കോട്ടയം ജില്ലയാണ്, കിടങ്ങൂർ മാന്നാടി അല്ലേ? മാന്താടി. അപ്പോൾ മാന്താടിയിലുള്ള സ്ഥലത്താണ്. ഇവിടെ ഏറ്റവും മോശം കായ്ക്കും 100 രൂപ വരെ നമുക്ക് വില ലഭിക്കുന്നുണ്ട്. നമ്മളിന്നിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഈ മാർക്കറ്റ്, ഈ സ്ഥാപനത്തിൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കാം. നിങ്ങൾക്ക് ജാതിക്കായോ പത്രി അതുപോലെ മലഞ്ചരക്കുകളെല്ലാം, കുരുമുളക്, കൊക്കോ, അടയ്ക്ക, ജാതിക്ക, ഗ്രാമ്പു, അങ്ങനെ റബ്ബർ, ഒട്ടുപാല, ഇതെല്ലാ സംവിധാനവും ഇവിടെ, ഒട്ടുപാലല്ല മറ്റേ എല്ലാ സംവിധാനങ്ങളും എടുക്കുന്ന ഒരു കടയാണ്. ഈ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇവിടുത്തെ നമ്പർ കൊടുക്കാം. കോട്ടയത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും സമീപിക്കാൻ പറ്റിയ നല്ലൊരു കടയാണ്. മാന്യമായ വില തരുന്ന, കർഷകർക്ക് എന്നും ആശ്രയിക്കാൻ പറ്റുന്ന നല്ലൊരു കടയാണിത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുത്തെ നമ്പർ നമ്മൾ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, സാധനമായിട്ട് ധൈര്യമായിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റിയുടെ ഒരു മദർ പ്ലാന്റ് ആണ് നമ്മളിപ്പം കാണുന്നത്. നമ്മൾ പൊള്ളാച്ചി വെറൈറ്റിനെ പറ്റി പറഞ്ഞപ്പം പറഞ്ഞു, കണ്ടമാനം ജാതിക്ക കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി എന്നുള്ളത്. ഇന്നിപ്പം മെയ് മാസം 8-ാം തീയതിയാണ്. ഒരു 30% ജാതിക്ക പറിച്ചു മാറിയ ഒരു സമയമാണിത്. ബാക്കിയുള്ള ജാതിക്കയാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾ നോക്കിയറിയാം, ഇലയ്ക്ക് ഒത്തവണ്ണമുള്ള കായാണ് ഈ ജാതിയിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് കാണിക്കാം, ഈ ജാതിയുടെ തന്നെ അപ്പുറത്തെ സൈഡിൽ കമ്പുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ ജാതിക്കയുടെ തൂക്കം കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇത്രയും
ക്വാണ്ടിറ്റിയിൽ ജാതിക്ക കായ്ക്കുന്ന വെറൈറ്റികൾ വളരെ കുറവാണ്. മേളുവശത്തോട്ടൊക്കെ നല്ല രീതിയിലുള്ള കായപിടുത്തമുണ്ട്. ഇതിന് വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ ആൺജാതി വെക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും പലയിടത്തും പറയാറുണ്ട്. ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആൺജാതിയാണ്. അതിൻ്റെ ഒരു പോളിനേഷൻ്റെ കൂടുതലും ഈ ജാതിക്ക് ഒരു അനുകൂല സാഹചര്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പം പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ഒരു ജാതിയാണ്. അതിൻ്റെ കായകൾ നോക്കിയാൽ അറിയാം. ഇപ്പം തന്നെ ഇതിലൊരു 6,000-ഓളം കായകൾ കിടക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്ത് വീഡിയോ എടുക്കുമ്പോഴത്തേനും ഒന്നും കൂടെ ഞാൻ ആ ശിഖരം എടുത്ത് കാണിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. കാരണം ഒരു ശിഖരത്തെ തന്നെ ഇതുപോലെ പിടിക്കുന്ന ഒരു വെറൈറ്റി വേറെ നമുക്കില്ല. പിന്നെ അതിൻ്റെ കായും പത്രയും നമുക്ക് അകത്ത് കയറി നമുക്ക് എടുക്കാം. പൊള്ളാച്ചി ജാതിയുടെ ഒരു പ്രത്യേകത ഇതിപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഭാരം കൊണ്ടിട്ട് ഇത് ഒടിഞ്ഞു പോയതാണ്. നമ്മൾ ഇതിലെ നല്ല വലിയ കായകളെല്ലാം പറിച്ച് മാറ്റിക്കളഞ്ഞ് ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയി. ഇതിങ്ങനെ ഇവിടെ മാത്രമല്ല, മുകളിൽ നോക്കിയാലും കാണാം, ഭാരം കൊണ്ട് ഇതിൻ്റെ കമ്പുകൾ ഒടിഞ്ഞു പോകുന്നതാണിത്. ഏറ്റവും തലപ്പത്ത് വരെ ഉണ്ട്. ഭാരം കാരണം ഇതിലെ കമ്പുകൾ നന്നായിട്ട് ഒടിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കായ്ച്ച് ഇറുങ്ങ് പോലെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ കൊലയായിട്ട് ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അറിയാം, ഇങ്ങനെ ഒരു കൊലയിൽ ഇതുപോലെ കായ്ച്ച് കിടക്കും. ഇതിപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ഒരു 30-40% കായ്കളും പറിച്ചു പോയ ഒരു മരത്തിൽ അടുത്ത കായ്കൾ മൂപ്പെത്തി തുടങ്ങുന്നേ ഉള്ളൂ. അത് മൂത്ത കായ്കൾ വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കാം, ഇതിൽ ജാതിക്ക ഓൾറെഡി കാണും. ചുവട്ടിൽ ജാതിക്ക കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് പെറുക്കി നോക്കാം. അത് നമുക്ക് തൂക്കിയും കാണിക്കാം. ഇപ്പം ഇത് നിങ്ങളൊന്ന് ഒരു ശിഖരത്തിൽ തന്നെയുള്ള കായ്കളുടെ എണ്ണമാണ്. ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഈ ശിഖരത്തെ മാത്രം ഒരു 100 കണക്കിന് ജാതിക്ക ഉണ്ടായി കിടപ്പുണ്ട്. ഒരു ചെറിയൊരു ശിഖരമാണ്, അതിൽ 100 കണക്കിന് ജാതിക്ക ഉണ്ടായി കിടപ്പുണ്ട്. നമുക്ക് ഈ വെറൈറ്റികളുടെ കായകൾ നമുക്കൊന്ന് നോക്കാം. ഇതിപ്പം പൊഴിഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഇതിൻ്റെ ചോട്ടിൽ. ഇന്ന് വീണ കായ്കളൊക്കെയാണ്. ഇപ്പം കുറച്ചൊക്കെ ചീഞ്ഞിട്ടുണ്ട്. നമുക്കിത് വീട്ടിൽ ചെന്നിട്ടൊന്ന് തൂക്കി നോക്കാം. ഇതാണ് പൊള്ളാച്ചിയുടെ ഒരു പ്രത്യേകത. കായ്കൾ ഇതുപോലെ ഫുള്ളായിട്ട് പൊതിഞ്ഞിട്ടുള്ള പത്രികളുണ്ടാവും. നല്ല അത്യാവശ്യം നല്ല തൂക്കമുള്ള ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി. പൊള്ളാച്ചിയുടെ കായാണ്. അതുപോലെ തന്നെ എണ്ണത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്തത്രയും ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് പൊള്ളാച്ചി. ഓക്കെ, ഇത് നമ്മുടെ നേഴ്സറിയുടെ ഒരു പ്രൊഡക്ഷൻ്റെ യൂണിറ്റാണ്. ഇത് റൂട്ട് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ റൂട്ട് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ഈ വർഷത്തെ ആരംഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, ഇതെനിക്ക് ഒരു 80 സെൻറ്റോളം സ്ഥലത്താണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് പ്രൊഡക്ഷന് വേണ്ടി മാത്രമുള്ളത്. ഇവിടെ നമുക്ക് ബഡ്ഡിങ് ഇല്ല, ബഡ്ഡിങ് കഴിയുന്ന വേറെ സ്ഥലത്താണ്. ഇത് റൂട്ട് സ്റ്റോക്കിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ജാതി, അതുപോലെ തന്നെ ഇപ്പോൾ അവകാഡോ, നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നൊരു സാധനം അവകാഡോ ആണ്. അതിൻ്റെ മാത്രം പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ഇവിടെ തന്നെ ഏകദേശം ഈ വർഷം നമ്മളൊരു 50,000-ഓളം തൈകൾ ജാതിയുടെ, അതായത് നാടൻ ജാതി, കാട്ടുജാതി, അവകാഡോയുടെ മാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമ്മളിങ്ങനെ നിറച്ച് വെക്കും. ഇടുന്നതനുസരിച്ച് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. റൂട്ട് സ്റ്റോക്കിൻ്റെ മാത്രം നമ്മുടെ നേഴ്സറിയുടെ, നമ്മുടെ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എവിടെയാണ്. നമ്മളൊരു 3-4 സ്ഥലത്തായിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ റൂട്ട് സ്റ്റോക്കിന് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയയാണിത്. നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് ഇനി നമ്മളെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അത് വേറെ സ്ഥലത്താണ് ചെയ്യുന്നത്. ബഡ് ചെയ്യുന്നതിന് മാത്രമായിട്ട് നമ്മൾ സ്ഥലമുണ്ട്. റൂട്ട് സ്റ്റോക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ടാണ് ബഡ് ചെയ്യുന്നത്. ഇനിയിപ്പം കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ തോട്ടത്തിലോട്ട് മാറ്റാനുള്ള ഒരു പ്ലാനിലും കൂടിയാണ്. ഓക്കെ, നമ്മുടെ ഏതൻ ജാതി പ്ലാന്റേഷൻ നേഴ്സറി നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാതിത്തേക്ക് ഓർഡർ കിട്ടാറുണ്ട്. അതായത് നമ്മുടെ ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന ജാതി, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന പൊള്ളാച്ചി എന്ന് പറയുന്ന ജാതി, അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡർ വരുന്നത് ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന ഇനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ 14 ജില്ലയിൽ ഓർഡർ വരുന്നുണ്ടെങ്കിലും നമുക്ക് 14 ജില്ലയിലും എത്തിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ നേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ട് കേരളത്തിൻ്റെ 3 ജില്ലകളിൽ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ട്രിവാൻഡ്രം, കൊല്ലം, ഇവിടെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു ഫ്രാഞ്ചൈസി, പിന്നെ ഒരെണ്ണം ഇടുക്കിയിലും, പിന്നെ ഒരെണ്ണം മലപ്പുറം, കോഴിക്കോട്, വയനാട് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഫ്രാഞ്ചൈസി കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഓർഡർ വരുന്നുണ്ട്. അപ്പം ഫ്രാഞ്ചൈസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയേണ്ടവർ നമ്മളെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അഡീഷണലായിട്ട് വലിയ ബേർഡനും കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരിട്ട് വിളിക്കുന്നവരോട് ഷെയർ ചെയ്യാം. നിങ്ങൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി തൈകൾ എടുത്താൽ മതി. നമുക്ക് ആ ഏരിയയിൽ നിന്ന് വരുന്ന തൈകളുടെ എല്ലാ ഓർഡറും നമ്മൾ ഡയറക്റ്റായിട്ട് നിങ്ങളിൽ കൂടെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലായിടത്തും കർഷകർക്കും അതൊരു ഉപകാരമായിരിക്കും. കാരണം ട്രാവൽ ചെയ്ത് ഇവിടം വരെ വരാനും പിന്നെ നമുക്ക് ഡെലിവറിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഫ്രാഞ്ചൈസി ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും ജാതി പ്ലാന്റേഷൻ ആൻഡ് നേഴ്സറിയുടെ ഫ്രാഞ്ചൈസി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് തന്നെ പറയാം. ഈ ഒന്ന് ട്രിവാൻഡ്രം, കൊല്ലം, പിന്നെ ഒരെണ്ണം ഇടുക്കിയിലും,
പിന്നെ ഉള്ളത് മലപ്പുറം, വയനാട്, കോഴിക്കോട് ഭാഗത്തുള്ള ആ ജില്ലകളിൽ 3 ജില്ലയിലും കൂടി ഒരു ഫ്രാഞ്ചൈസി, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ റെഡിയാക്കി തരുന്നതാണ്. ആ ഏരിയയിലുള്ള സകല ഓർഡറും പിന്നീട് നമ്മൾ നിങ്ങളിൽ കൂടെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കർഷകർക്കും എല്ലാവർക്കും എളുപ്പമായിട്ട് ജാതിത്തൈ കിട്ടാനും നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പൊള്ളാച്ചി ജാതിയുടെ പത്രിയാണ് ഈ കാണുന്നത്. ഇതുപോലെയാണ് പൊള്ളാച്ചി ജാതിയുടെ പത്രി വരുന്നത്. ഫുൾ കവറായിരിക്കും, കാണാൻ മേലാത്ത രീതിയിൽ ഇടയ്ക്ക് ചെറിയതായിട്ട് മാത്രമേ വടവ് വരുള്ളൂ. ഇതുപോലെ ഫുൾ കവർ ചെയ്യുന്ന പത്രിയാണ് നമുക്ക് പൊള്ളാച്ചിക്ക് വരുന്നത്. ഈ പത്രി നോക്കിയാൽ അറിയാം, ഇതിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ അവിടെ നിന്ന് പെറുക്കിയെടുത്തതാണ്. അപ്പം ഇത് ഏകദേശം ഒരു 16 ഗ്രാം കാണും കായും പത്രിയും കൂടെ. അപ്പം 16 ഗ്രാമുണ്ട്. എല്ലാം അങ്ങനെയാണ്, 16-17 ഗ്രാം ആയിരിക്കും ഇതിൻ്റെ തൂക്കം വരുന്ന കായും പത്രിയും കൂടെ. കണ്ടോ, എല്ലാം ഏറെക്കുറെ ഈക്വൽ സൈസാണ് ഇത് വരുന്നത്. എന്നാൽ ഇതിൽ ചെറിയ സൈസ് വ്യത്യാസമൊക്കെ വരുന്നുമുണ്ട്. ഇതിപ്പം 17 ഗ്രാമുണ്ട്. എന്നാൽ അതേ കായ തന്നെ ഇച്ചിരി തൂക്കം കുറഞ്ഞതും വരുന്നുണ്ട്. അപ്പോൾ അതും കർഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തിനും ഒരേ സൈസ് ആയിരിക്കത്തില്ല, ഒരു ആവറേജ് സൈസ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജാതിക്കായുടെ തൂക്കം വരും. ഇതേ കായ തന്നെ 20 ഗ്രാം വരുന്നുണ്ട്. ഇത് നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റിയുടെ ജാതിക്കയാണ്. ഏതൻ സെലക്ഷൻ്റെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഏതൻ സെലക്ഷൻ ഒരു 18 ഗ്രാമൊക്കെയാണ് കായ്ക്ക് മാത്രം തൂക്കം വരുന്നത്. അതുപോലെ തന്നെ പത്രി ആണെങ്കിലും 6 ഗ്രാം തൂക്കം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിലെല്ലാം നമ്മളത് കാണിച്ചിട്ടുണ്ട്. അത് ഏതൻ സെലക്ഷൻ്റെ. ഇത് പൊള്ളാച്ചിയുടെ വരുമ്പോഴത്തേക്കിനും നമുക്കൊരു 4 ഗ്രാം പത്രിയും അതുപോലെ തന്നെ ഒരു 12-13 ഗ്രാം കായുമാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ തൂക്കം ഇതിന് വരാറുള്ള ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി. പൊള്ളാച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എണ്ണം കൂടുതലുള്ളാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ കൂടുതലാണ്. ഇൻകം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് വരുമാനം കൂടുതൽ കിട്ടുന്നത് പൊള്ളാച്ചി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽ തന്നെ ആയിരിക്കും.